എനിക്ക് കാശുകാരനാവണം, വലിയൊരു ബ്രാൻഡാക്കി അതിൻ്റെ കീഴിൽ നമ്മൾ വളരണം എന്നുള്ളതായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം പുള്ളിയെ തന്നെ വിളിച്ചു. ഞാനൊരു കമ്പനി തുടങ്ങാൻ പോകുന്നത് സപ്പോർട്ട് ചോദിച്ചു. പുള്ളി വരും ചെയ്യില്ല. പിന്നെ 3 മണിക്ക് എൻ്റെ വീട്ടിൽ കടക്കാർ വന്നു. എന്നെ ആ സമയത്ത് വന്നാലേ കാണാൻ പറ്റുള്ളൂ. വാശികളാവാം, എതിരാളികൾ വേണം, ഒരാളെ നശിപ്പിക്കാനുള്ളതായിരുന്നു. എൻ്റെ നമ്പർ ഒന്ന് കൊടുത്താൽ മതി, എന്നെ ഒന്ന് കാണാൻ പറഞ്ഞാൽ മതി എന്ന് വെച്ചാൽ ബിഗ് സീറോ എന്ന് വന്ന ഒരാളാണ് ഞാൻ. ഇന്നത്തെ ട്രെൻഡ് സാരി കസ്റ്റമൈസേഷൻ ആണ്. സാരിക്ക് ഒരു ലൈഫില്ല. ശരിക്കും ഇത് സാധനം ചുറ്റുകൂട്ടി ഇട്ടതാണ്, എന്നെ ചവിറ്റുകൊട്ടയിൽ ഇട്ടതാണ്. പച്ചവെള്ളത്തിൻ്റെ മധുരം അത് വലുതാണ്. നമസ്കാരം, ഞാൻ അന്ന സുസൻ. സ്പാർക്കിൻ്റെ സ്പാർക്കുള്ള പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ലോകത്തിന് മുന്നിൽ കേരളം അവതരിപ്പിച്ച ഒരു ഗ്രാമത്തിൻ്റെ പേരുണ്ട് കുത്താമ്പുള്ളി. ഇന്ന് കുത്താമ്പുള്ളിക്ക് ഒരു ബ്രാൻഡ് നെയിമുണ്ട്. കുത്താമ്പുള്ളി എന്നല്ലാതെ മറ്റൊരു ബ്രാൻഡ് നെയിമുണ്ട്, രാമചന്ദ്ര. ഈ രാമചന്ദ്രയുടെ ഫേസാണ് ഇന്ന് സ്പാർക്കിൻ്റെ ഹോട്ട് സീറ്റിൽ ഞങ്ങൾ റിവീൽ ചെയ്യുന്നത്. എല്ലാവർക്കും അറിയാവുന്ന ഒരു നിറച്ചിരിയോടെ മാത്രം നമ്മളെല്ലാവരും കാണുന്ന പ്രകാശേട്ടൻ. പ്രകാശേട്ട, സ്പാർക്കിൻ്റെ ഹോട്ട് സീറ്റിലേക്ക് സ്വാഗതം. വളരെയധികം സന്തോഷമുണ്ട് ആ ചിരിക്കുന്ന മുഖം ഞങ്ങളുടെ ഒരു ഫ്രെയിമിലൂടെ കാണിക്കാൻ സാധിച്ചതിൽ. നാട് കുത്താമ്പുള്ളി തന്നെ. കുത്താമ്പുള്ളിയിലാണ്. തൃശ്ശൂർ ജില്ലയാണ് കുത്താമ്പുള്ളി എന്ന് പറയുമ്പോൾ. തൃശ്ശൂർ ജില്ലയിൽ തിരുവില്ലാമല ഒരു പാട്ടാണ് കുത്താമ്പുള്ളി. അറിയാലോ, കസവിന്റെയും നൂലിന്റെയൊക്കെ മണമുള്ള ഒരു നെയ്ത്ത് ഗ്രാമമാണ്. കേരളത്തിനെ ഒരുപാട് ഒരു പ്രശസ്തി കൊടുക്കാൻ സാധിച്ച ഒരു ഗ്രാമം കൂടിയാണ്. ഇപ്പോൾ കേരളത്തിന് പുറത്തും കേരളത്തിനകത്തുമായിട്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു പേരാണ് കുത്താമ്പുള്ളി. ജനിച്ചത് വളർന്നൊക്കെ അവിടെ തന്നെ. എല്ലാം കുത്താമ്പുള്ളിയിൽ തന്നെയാണ്. കുത്താമ്പുള്ളിയുടെ എന്താ പറയാ, ഒരു മണ്ണിൽ തന്നെയാണ് നമ്മുടെ എല്ലാം നമ്മുടെ തോൽവികളും ജയങ്ങളും എല്ലാം കുത്താമ്പുള്ളിയിൽ തന്നെയാണ്. ജനിക്കുമ്പോ തന്നെ വീട്ടില് തറയും കാര്യങ്ങളൊക്കെ ആയിട്ട് അന്നത്തെ കാലത്ത് 10-12 തറികളൊക്കെ ഉണ്ട് വീട്ടിലുണ്ട്. അന്നത്തെ നമ്മുടെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ കുത്താമ്പുള്ളി നെയ്ത്തുകാരുടെ മക്കളാണ് നമ്മുടെ കൂട്ടുകാർ. നമുക്ക് അന്ന് നമ്മുടെ ആളുകളല്ല, പുറത്തുനിന്ന് നമ്മുടെ ആളുകളുണ്ട്. മീൻസ് പുറത്തുനിന്നുള്ള ആളുകളിൽ നമ്മൾ ഇതിനകത്ത് നെയ്യാനായിട്ട് കൊണ്ടുവരും. അവരൊക്കെയാണ് നമ്മുടെ കളിക്കൂട്ടുകാർ. വീട്ടിൽ എത്ര നാൾ വരെ നെയ്ത്തുണ്ടായിരുന്നു? എൻ്റെ ഒരു ഞാൻ 5ാം ക്ലാസ് 4ാം ക്ലാസ് വരയ്ക്കൊക്കെ 4-5ാം ക്ലാസ് വരയ്ക്കൊക്കെ വീട്ടിൽ നെയ്ത്തും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ഓർമ്മ. പക്ഷെ അത് കഴിഞ്ഞിട്ട് വേണ്ടാന്ന് വെച്ചു അച്ഛനൊക്കെ. ആ ഒരു ട്രെൻഡൊക്കെ മാറി. ഇതിന് ഒരു വാല്യൂ ഇല്ലാതെ, മീൻസ് ഇതിനൊരു എന്താ പറയാ, ചെയ്യുന്നതിനും കൂലി കിട്ടാതെയായി. ഒരു മുണ്ടൊക്കെ ചെയ്യണമെങ്കിൽ അന്നൊക്കെ 2 ദിവസം 3 ദിവസമൊക്കെ എടുക്കായിരുന്നു. പിന്നെ അതിന് ഇത് ചെയ്തിട്ട് നമുക്ക് കൂലി കൊടുത്ത് ഇതൊരു മാർക്കറ്റിലേക്ക് എത്തിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിലായപ്പോൾ അറിയാലോ, ഇതിന്റെ പേരും പെരുമയുണ്ട്, പക്ഷേ നമുക്കൊന്നും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ. ഈ 10-12 തറി നടത്തുന്നുണ്ടെങ്കിൽ ഒരു തറിയിൽ ഒരു ഫാമിലിയാണ് ഇതിൻ്റെ ജീവനക്കാർ മൊത്തം. ഒരു തറിക്ക് എന്ന് പറഞ്ഞാൽ ഒരാളെ കൊണ്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നതല്ല, ഒരു കൂട്ടായ്മയായിട്ട് ചെയ്യുന്നതാണ് വീവിങ്. അത് ഒരു മുണ്ടായി എടുക്കണമെങ്കിൽ നമുക്ക് ചുരുങ്ങിയത് ഒരു 10-15 പേര് എഫേർട്ട് കാലത്തും വൈകുന്നേരത്തുമായിട്ട് അതിനകത്ത് അത്രയും ആളുകളെ എഫേർട്ട് ഉണ്ട്. മീൻസ് ഒരു പാവിൽ വരുന്നത് 9 മുണ്ട് 12 മുണ്ടാ വരിക. അത് നമ്മൾ രാവിലെ പാവ് ഉണക്കി കാര്യങ്ങളെല്ലാം ചെയ്ത് നെയ്ത് വരുമ്പോഴേക്കും ഈ ഒരു എല്ലാം കഴിഞ്ഞ് വരുമ്പോഴേക്കും 4500-5500 നെയ്തിനെ ഉണ്ടാക്കണം. അപ്പൊ ചെറുപ്പം മുതലേ നെയ്ത്തറിയാം. പക്ഷെ നമ്മൾ നെയ്ത്ത് അറിയാം, നെയ്ത്ത് കണ്ടാണ് വളർന്നതും, നെയ്ത്തിലൂടെയാണ് നമ്മൾ ഇവിടം വരെ എത്തിയതും. ഇന്നിപ്പോൾ ഈ ഹോട്ട് സീറ്റിൽ ഇരിക്കുന്നതും നെയ്ത്തിന്റെ പേരിലാണ്. പക്ഷെ അതിനകത്ത് ഒരുപാട് ഉള്ളിൽ കുറെ കഥകളുണ്ട്. ആ കഥകളിലേക്ക് നമുക്ക് കിടക്കാം. എന്തായിരുന്നു വിദ്യാഭ്യാസം ഒക്കെ? അപ്പോൾ ഞാൻ 10th നമ്മുടെ നാട്ടിൽ തന്നെ പഠിച്ചത്. 10ാം ക്ലാസ് കഴിഞ്ഞു, +2 കഴിഞ്ഞ് നേരെ ഒരു ഡിപ്ലോമ കോഴ്സ്, വെൽഡിങ്ങിന്റെ ഡിപ്ലോമ കോഴ്സ് എടുത്തിട്ട് നേരെ ബാംഗ്ലൂർ. +2 കഴിഞ്ഞിട്ട് ഡിഗ്രി കോഴ്സിനൊന്നും പോയില്ല? നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, +2 തന്നെ പോയത് മുഴുവനായി കിട്ടിയിട്ടാണല്ലോ പറഞ്ഞാൽ. കാരണം എന്താ വെച്ചാൽ കാശുകാരനാവണം, നല്ലൊരു ബിസിനസ് ചെയ്യണം, നല്ലൊരു ബ്രാൻഡ് ഉണ്ടാക്കണം, എവിടേക്കൊക്കെയോ എത്തിപ്പെടണം. അതായിരുന്നു ആഗ്രഹം. ദൈവം സഹായിച്ച് ഇന്നൊരു പരിധി വരയ്ക്കൊക്കെ നമുക്ക് എത്താൻ പറ്റും. ആ എത്തിയതിൻ്റെ പുറകിൽ ഒരുപാട് വഴികളുണ്ട് കേട്ടോ. ഞാൻ ഒരുപാട് എന്താ പറയാം ഓരോന്നോരോ. ഈ ബാംഗ്ലൂർ പോയി എത്ര നാളുണ്ടായിരുന്നു? അവിടെ 6-7 മാസം ഉണ്ടായിരുന്നു. അവിടെ പിടിച്ച് നിൽക്കാൻ പറ്റിയില്ല. പിടിച്ച് നിൽക്കാൻ പറ്റാഞ്ഞത് വേറെ ഒന്നും ഉണ്ടായിട്ടല്ല,
അവിടെ നിന്ന് ഞാൻ അവിടെ കൊണ്ട് അവസാനിക്കും. മീൻസ് ആ ഒരു ലേബർ, ആ ഒരു ചെറിയൊരു നമ്മൾ ഹെൽപ്പറായിട്ടാണ് പോയത്. നമുക്ക് എന്തായാലും അവരുടെ മുകളിലേക്ക് നിർത്താൻ പറ്റില്ല, വേറൊരു ഫീൽഡിലേക്കൊന്നും നമുക്ക് തിരിയാനും പറ്റില്ല. അങ്ങനെ അതിനൊരു 8-9 മാസം കഴിഞ്ഞപ്പോൾ അവിടെ സ്കൂൾ എടുത്ത് നേരെ എറണാകുളത്തേക്ക് എത്തി. കൊച്ചിക്ക് വീട്ടിൽ ഒരു മാസത്തോളം വീട്ടിൽ സ്പെൻഡ് ചെയ്തു. എന്ത് ചെയ്യും, ഒന്നുമില്ല കയ്യിൽ, അന്ന് 0 ആണ് ബാംഗ്ലൂരിൽ നിന്ന് വരുമ്പോൾ തന്നെ. എന്ന് വെച്ചാൽ വന്ന് നേരെ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്ന്, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, പുള്ളിക്കാരത്തിൻ്റെ കയ്യിൽ നിന്ന് ഒരു 150 രൂപ കടം മേടിച്ചിട്ട് നേരെ എറണാകുളത്തൊരു ഇൻ്റർവ്യൂവിന് വരിക. ഇൻ്റർവ്യൂവിന് വന്നു, സാധാ ഒരു അഡ്വർടൈസിങ് കമ്പനി വന്നു. തിങ്കളാഴ്ച മുതൽ ജോയിൻ ചെയ്തോളാൻ പറഞ്ഞു. അവിടെ പിന്നെ വിദ്യാഭ്യാസം വേണ്ട, ഒന്നും വേണ്ട, ഹെൽപ്പറായിട്ടാണ്. എന്താടാ വെച്ചു, പിന്നെ ഇതൊക്കെ അറിയാം, അതൊന്നും ഇവിടെ ആവശ്യമില്ല. ശരി, എനിക്ക് എന്തായാലും ഒരു ജോലിയാണ് വേണ്ടത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ നല്ലൊരു വൈബ് സ്ഥലവും സെറ്റ്. അങ്ങനെ എറണാകുളത്ത് നിന്നുള്ളൊരു ഇതിലങ്ങനെ തിങ്കളാഴ്ച മുതൽ രാവിലെ 9 മണിക്ക് കയറണം, വൈകുന്നേരത്തെ 6 മണിക്ക് കയറണം. ഒരു അഡ്വർടൈസിങ് കമ്പനിയായിരുന്നു. എന്തൊക്കെ പണി ചെയ്തിട്ടുണ്ട് അവിടെ? അവിടെ എല്ലാ പണിയും ചെയ്തിട്ടുണ്ട്. മീൻസ് പ്രൈമർ അടിക്കലാണ് ആദ്യം തരിക. അത് മുതൽ ആ ഫസ്റ്റത്തെ കമ്പനിയിൽ ഡ്രൈവർ വരെ ആയിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയേക്കണത്. ഓക്കെ. പിന്നെ കമ്പനികൾ മാറി മാറി ഒരുപാട് യാത്ര ചെയ്തു. കമ്പനി ഞാൻ എറണാകുളത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. എത്ര നാളത്തെ ഗ്യാപ്പില്? ഒരു 2 വർഷത്തിനിടയ്ക്ക്, 2-3 വർഷത്തിനിടയ്ക്ക് കറക്റ്റ് 8 വർഷം. അതായത് അടുത്ത് ആ കമ്പനിയിൽ നിന്ന് ജസ്റ്റ് ഒരു ഇത് കയറ്റി അടുത്ത, അന്ന് 6000 രൂപ ശമ്പളം ഒരു കമ്പനിയിൽ. 2008 കാലഘട്ടം. നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരുമ്പോൾ തന്നെ നമ്മുടെ ഏകദേശം ടാലിയാവും. നമ്മുടെ കയ്യിൽ ഒന്നും ഉണ്ടാവില്ല. അടുത്ത ഓഫർ കിട്ടുമ്പോൾ അടുത്ത കമ്പനി ചാടും. അങ്ങനെ ഒരു 3-4 കമ്പനിയിൽ അപ്പം ചാടും. സാലറി കൂട്ടുന്ന അവിടെ പേപ്പർ എഴുതി കാണിച്ചാൽ മതി, അപ്പം നമ്മൾ അടുത്ത കമ്പനിയിലേക്ക് ചാടും. എന്ന് വെച്ചാൽ നമ്മുടെ എയിം, ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് കാശുകാരനാവണം, വലിയൊരു ബ്രാൻഡാക്കി അതിൻ്റെ കീഴിൽ നമ്മൾ വളരണം എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അവസാനം ജോലി ചെയ്ത കമ്പനിയിൽ നിന്ന് ഇറങ്ങുന്നത് വേറൊരു സാഹചര്യത്തിലാണ്. ഞാൻ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ അറിവില്ലായ്മയായിട്ടായിരിക്കാം, എനിക്ക് വളരെ ബുദ്ധി ഇത്തിരി കുറവാണ്. അപ്പോൾ അതിബുദ്ധി കാണിച്ചതാണ്. അതായത് ഒരു സൈഡ് ഇൻകം, അന്നും സാലറി ഉണ്ട് അത്യാവശ്യം, ഒരു സൈഡ് ഇൻകത്തിന് വേണ്ടിയിട്ട് ഞാനൊരു വണ്ടി ലീസിന് എടുക്കുന്നതാണ്. ടാറ്റ ഏസിൻ്റെ ഒരു വണ്ടി ലീസിന് എടുക്കണം. നമ്മുടെ മേഖലയിൽ തന്നെ ഒരുപാട് പേർക്ക് ആവശ്യമുള്ളതാണ്. ഇത് റെൻറ്റിന് കൊടുത്താൽ ആ റെൻറ്റിൻ്റെ പൈസ, പിന്നെ നമ്മുടെ ഓണർക്ക് തന്നെ ഈ സാധനം റെൻറ്റിന് കൊടുക്കാം. പുള്ളി പുറത്തുനിന്ന് വണ്ടിയൊക്കെ വിളിക്കുന്നു, നമ്മൾ കണ്ടു. പക്ഷേ അന്ന് രാത്രി പുള്ളി രാവിലെ 7-8 മണിക്ക് തന്നെ രാത്രി വിളിക്കുന്നതാണ്, പ്രകാശം ഒന്ന് ഓഫീസ് വരെ വരണം. അപ്പോൾ ഞാൻ അവിടെ ചെന്നു. ഞാൻ ഇനിയിപ്പോൾ എന്തെങ്കിലും വേറെ എന്തെങ്കിലും കാര്യങ്ങൾ പറയാം, പ്രകാശിൻ്റെ കണക്കൊന്ന് ക്ലോസ് ചെയ്തോളൂ കേട്ടോ. ഈ വണ്ടി പിടിച്ചത് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല. പുള്ളി ഞാൻ കൂടെ പറയുന്ന സ്റ്റാഫുകൾ അത് വേറെ രീതിക്ക് ആക്കിയിട്ട് എന്നെ അന്ന് രാത്രി അവിടുന്ന് പുറത്താക്കി. പ്രകാശ് പുതിയ കമ്പനി തുടങ്ങാനാണ് പ്ലാൻ ചെയ്തത്. പുള്ളിക്ക് എതിരായിട്ട് വരുന്നത് കണ്ടിട്ടായിരിക്കാം പുള്ളി എന്നെ അങ്ങനെ പുറത്താക്കി. ലാസ്റ്റ് പറക്കും തളികയിലെ ദിലീപേട്ടൻ്റെ അവസ്ഥയായി. എന്തായി അവസ്ഥ? ഒരു വണ്ടി ഞാൻ ലാസ്റ്റ് വെണ്ണല പാലത്തിൻ്റെ മുകളിൽ രാത്രി ഇങ്ങനെ നിൽക്കുക. വണ്ടി തന്നെയാണ് അന്നത്തെ ആ ഒരു ദിവസം ആ വണ്ടിയിലാണ് സ്പെൻഡ് ചെയ്തത്. എന്താ വെച്ചാൽ കിടക്കാൻ സ്ഥലമില്ല, ഈ വണ്ടിയായിട്ട് വീട്ടിൽ പോകാനും പറ്റില്ല. എന്ത് പറഞ്ഞിട്ട് വീട്ടിൽ കൊണ്ടുപോകും? ഇത് വീട്ടിലേക്ക് എത്രയെങ്കിൽ 140 കിലോമീറ്റർ വണ്ടി ഓടിക്കണം, ഡീസൽ അടിക്കണം. അത് നമ്മുടെ വണ്ടി എടുക്കുമ്പോഴും നമ്മുടെ പ്ലാൻ ഈ സാലറി കൃത്യമായിട്ട് കിട്ടും, സാലറിയും കിട്ടും, ഇതിന്റെ ഒരു ഇൻകം കിട്ടും. നമ്മുടെ ഒരു ബിസിനസ്സുകാരനാവണം എന്നുള്ള ഒരു ഇപ്പൊ ഒരു വണ്ടി എടുക്കണം, ആ വണ്ടിക്ക് ഓട്ടം വരുമ്പോൾ അടുത്ത വണ്ടി എടുക്കും. ചെറുപ്പം മുതലേ ഉള്ളതാണ് ഈ ഒരു ബ്ലഡിൽ ഈ ഒരു വണ്ടിയോടുള്ള ഒരു ക്രൈസ്. അതിപ്പോ എന്ത് വണ്ടിയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ എടുത്ത് കൂട്ടിയിട്ട് ഈ പറഞ്ഞ പോലെ ബിസിനസ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തിന്റെ പുറത്ത് ചെയ്തതാണ്. പക്ഷേ പരിപാടിയില്ല, വെണ്ണല പാലത്തിന്റെ മുകളിലായി. അങ്ങനെ വെണ്ണല കഥയൊക്കെ കഴിഞ്ഞ് അന്നത്തെ ദിവസം മൊത്തം അവിടെ സ്പെൻഡ് ചെയ്തു. രാവിലെ എണീറ്റ് ഇല്ല, മീൻസ് എന്ത് ചെയ്യുമെന്ന് അറിയില്ല. ഈ വണ്ടി ഓടിക്കാം എന്നുള്ളൊരു മൈൻഡിൽ കുറച്ച്, പക്ഷെ അതൊന്നും പോസിബിൾ അല്ല. ഈ എറണാകുളം പോലത്തെ ഒരു സിറ്റിയിൽ അന്ന് പെട്ടെന്ന് ഒരാൾക്ക് പറ്റുന്ന കാര്യങ്ങളല്ല. നേരെ തിരിച്ച് വണ്ടി അവിടെ ഒരു അമ്പലപ്പറമ്പിൽ സൈഡാക്കി ലോക്ക് ചെയ്തിട്ടിട്ട് തിരിച്ച് നാട്ടിൽ പോവാണ്. വണ്ടി കൊണ്ട് പോകാൻ പറ്റില്ല. വണ്ടി കൊണ്ട് എന്ത് പറഞ്ഞാൽ വണ്ടി കൊണ്ട് പോകാം, ഇതാരുടെ വണ്ടി എന്ന് പറയാൻ പറ്റില്ല, എന്താണ് റീസൺ എന്ന് പറയാൻ പറ്റില്ല, എൻ്റെ ജോലി പോയതും വീട്ടിൽ പറയാൻ പറ്റില്ല, ജോലി പോയതും വീട്ടിൽ പറയാൻ പറ്റില്ല. അങ്ങനെ ഈ സാധനം ഞാൻ അവിടെ ഒതുക്കി ഇട്ടിട്ട് വീട്ടിൽ പോയി. ഒരാഴ്ചയോളമൊക്കെ അവിടെ കറങ്ങിയടിച്ച് നടന്ന് എങ്ങനെയെങ്കിലും ഒരു കമ്പനി തുടങ്ങണം. എനിക്കറിയാം ലാസ്റ്റത്തെ കമ്പനിയിൽ നിന്ന് ഞാൻ ചെയ്തത് എന്താണെന്നും എവിടെ നിന്നാണ് ഞാൻ ഇവിടെ വരെ ഫുൾ ഓൾ ഇൻ ഓൾ ആയിട്ടാണ് ഞാൻ ചെയ്തത്. അപ്പോൾ അത്രയും സ്വാതന്ത്ര്യം എനിക്ക് ആ കമ്പനിയിലുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് അന്നൊരു വണ്ടിക്ക് ഓട്ടമുള്ളൂ. അപ്പോൾ പുള്ളിക്ക് പിന്നെയും വെഹിക്കിൾസ് വേണം.
ഈ ബ്രാൻഡ് കൊണ്ടുപോകാനായിട്ടും അതിനായിട്ടും കുറേ വണ്ടികൾ വേണം. പുള്ളി പുറത്തുനിന്ന് റെൻറ്റിന് എടുക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഞാൻ ഇതിലേക്ക് വരാനൊരു കാരണം. അപ്പോൾ അത് ചെയ്തു. അത് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല. സ്വാഭാവികം, പുള്ളിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ? അങ്ങനെ എനിക്ക് അറിയാം ഇതിൻ്റെ A to Z എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. അപ്പോൾ ഞാൻ ആദ്യം പുള്ളിയെ തന്നെ വിളിച്ചു. ഞാനൊരു കമ്പനി തുടങ്ങാൻ പോകുന്നുണ്ട്, സപ്പോർട്ട് ചോദിച്ചു. പുള്ളി പറഞ്ഞു ചെയ്യില്ല. പുള്ളിയല്ലേ വിളിക്കണ്ടേ? പുള്ളി നമ്മളെ പുറത്താക്കിയാലും നമ്മൾ പുള്ളിയെ പുറത്താക്കിയിട്ടില്ലല്ലോ. എന്നുവെച്ചാൽ അതുപോലെ അത്ര ആത്മാർത്ഥമായിട്ടാണ്. എല്ലാ സ്റ്റാഫുകൾ വരുന്നതിന് മുന്നേ 9 മണിക്കാണ് ടൈമിങ്, ഞാൻ 7:30 എത്തും. എല്ലാ കാര്യങ്ങളും പുള്ളിയുടെ എല്ലാ കാര്യങ്ങളും ചെയ്ത് പുള്ളി വരുമ്പോഴേക്കും പുള്ളി എല്ലാ കാര്യങ്ങളും ചെയ്ത് വൈകുന്നേരത്താണെങ്കിലും ഇപ്പം ഞങ്ങൾക്ക് കേരളത്തിൻ്റെ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള എല്ലാ ഏരിയയും ഞങ്ങൾ കവർ ചെയ്യും ഈ അഡ്വർടൈസ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ അതൊക്കെ പുള്ളി നോക്കുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ഞാനാണ് നോക്കുന്നത്. അപ്പോൾ പുള്ളിയെ നമ്മൾ ധിക്കരിച്ചു എന്ന് പറയാൻ പാടില്ലല്ലോ, ഒരിക്കലും ചെയ്യൂല. അങ്ങനെ ഞാനത് പുള്ളിയെ വിളിച്ചപ്പോൾ പുള്ളി പറഞ്ഞു സപ്പോർട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞു. ആദ്യം തന്നെ നമ്മൾ ഇറങ്ങിത്തിരിക്കുന്ന ഫസ്റ്റത്തെ ഒരു സംരംഭം തുടങ്ങാൻ വേണ്ടിയുള്ള ഒരു ആഗ്രഹം ഉണ്ടായി. നമ്മൾ ചെയ്തപ്പോൾ തന്നെ നെഗറ്റീവാണ് ഉണ്ടായത്. അങ്ങനെ എൻ്റെ അടുത്ത ഫ്രണ്ട്, അന്ന് 150 രൂപ മേടിച്ച ഫ്രണ്ടിനെ വീണ്ടും നമ്മൾ സംസാരിച്ചിങ്ങനെ എറണാകുളത്ത് ഒരു കമ്പനി തുടങ്ങണം, സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ സപ്പോർട്ട് പുള്ളിക്കാരത്തിയുടെ ഭാഗത്തു നിന്നും സപ്പോർട്ടൊക്കെ ഉണ്ടായി. വീട്ടിൽ നിന്ന് ചെറിയ രീതിക്ക് സപ്പോർട്ടൊക്കെ ചെയ്ത് നമ്മളങ്ങനെ ഒരു എറണാകുളത്ത് അഡ്വർടൈസിങ് കമ്പനി വണ്ടി എടുക്കണ്ടേ. അത് പക്ഷെ അത് അഡ്വാൻറ്റേജ് ആണ്. അത് മീൻസ് ആ ഒരു വണ്ടി ഇല്ലാതിരുന്നെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് നമ്മൾ പുറത്തുനിന്നൊരു വണ്ടി വിളിക്കണം, നമുക്ക് ഒരുപാട് എക്സ്പെൻസ് ആണ്. ഫസ്റ്റ് സ്റ്റാർട്ടിങ് ചെയ്യുമ്പോൾ നമുക്കത് മേക്കപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ല. അങ്ങനെ ഒരു എറണാകുളത്തൊരു ഇൻസൈൻ അഡ്വർടൈസിങ് കമ്പനി എന്ന് പറഞ്ഞൊരു ഇൻസൈൻ രാമചന്ദ്ര എന്നായിരുന്നു അത്. പിന്നെ ഇൻസൈൻ അഡ്വർടൈസ്മെന്റ് കമ്പനിയായിട്ട് രാമചന്ദ്രൻ. അങ്ങനെ 2014 സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. എന്താ വെച്ചാൽ ഞാൻ എൻ്റെ ആ ഒരു ഏരിയ അതാണല്ലോ, നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. അവിടെ തന്നെ സ്റ്റാർട്ട് ചെയ്തു. അത്യാവശ്യം നല്ല രീതിക്ക് ചെയ്യാൻ പറ്റി. 2013 അവസാനം സ്റ്റാർട്ട് ചെയ്തു. 2014 കൂടിയിട്ട് നല്ല ഓർഡേഴ്സ് കിട്ടാൻ തുടങ്ങി. നല്ല രീതിക്ക് ബ്രാൻഡ് വളർന്നു. 10-26 സ്റ്റാഫും കാര്യങ്ങളും. അന്ന് ഒരു 2016 എനിക്ക് 26 സ്റ്റാഫുണ്ട്, മാനേജറും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രീതിക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. കുറേ ബ്രാൻഡൊക്കെ 2017 ലോഞ്ച് ചെയ്യുമ്പോൾ നമ്മളാണ് കേരളത്തിൽ ലോഞ്ച് തന്നെ നടത്തിയത്. നല്ല രീതിക്ക് ടെലിഫോൺ കമ്പനിയാണ്, നല്ല രീതിക്ക് ബ്രാൻഡ് ചെയ്തു, നല്ല ലെവലിൽ കൊണ്ടുവന്നു. 2018 നമ്മുടെ ഫസ്റ്റ് ബോംബ് പൊട്ടി, ഫ്ലഡ്. അങ്ങനെ ഒരു ചെറിയൊരു ഫ്ലോപ്പൊക്കെ അതിനകത്ത് സംഭവിച്ചു. അപ്പൊ ഈ യാത്രയില് നമ്മുടെ ഒരു ആഗ്രഹമാണ് ഒരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യണം, പൈസ ഉണ്ടാക്കണം. അപ്പൊ അതിന്റെ ഫസ്റ്റ് നമ്മൾ അച്ചീവ് ചെയ്യുന്നത് ഈ ഇൻസൈനിൽ നിന്നാണ് അച്ചീവ് ചെയ്യുന്നത്. ഇൻസൈനിൽ നിന്നാണ് വരുന്നത് ബ്രാൻഡ് വളർന്നു വരുന്നത്, അതിൽ നിന്നാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് 2017 കല്യാണം കഴിച്ചു, ഒരു കുടുംബസ്ഥനായി. അതെ, പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാം ആ ഒരു സിസ്റ്റമാറ്റിക്കായി നമ്മുടെ ലൈഫെല്ലാം. 2018 ഫ്ലഡ് വന്ന് ഒന്ന് റിക്കവർ ആയി, കാര്യങ്ങളെല്ലാം കഴിഞ്ഞ്. ഒരു 50% രീതിക്ക് എനിക്ക് നല്ല രീതിക്ക് എഫക്റ്റ് ചെയ്തു. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് കമ്പനികളിലെ വർക്ക് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാനുണ്ടായിരുന്നു. പെട്ടെന്നൊരു സുപ്രഭാതത്തിലാണ് അത് വൈൻഡപ്പ് ചെയ്യുന്നത്. കുറേ ചെയ്ത് വെച്ച സാധനങ്ങൾ ഫ്ലോപ്പായി പോയി. പിന്നെ നമുക്ക് ഉണ്ടാക്കി വെച്ചതെല്ലാം അറിയാലോ, ഒരു 50% അഡ്വാൻസിലാണ് നമ്മളെല്ലാം ചെയ്യുക. പക്ഷെ നമ്മൾ ചെയ്ത് വരുമ്പോൾ 90% എല്ലാം ഫിനിഷ് ചെയ്തിട്ടുണ്ടാവും. ലാസ്റ്റ് സ്റ്റേജ് ആകുമ്പോഴേക്കും നമുക്ക് എമൗണ്ട് കുറച്ചേ ഉണ്ടാവുള്ളൂ. അതിൽ നല്ലൊരു ലോസ് വന്നു. കുറച്ച് അവിടെ നിന്നൊക്കെ എടുത്തു. വണ്ടികൾ കൊണ്ടുവന്ന് അന്നും 3-4 വണ്ടിയുണ്ട്. ഈ വണ്ടി കൂടാതെ നമ്മുടെ ഈ ട്രോഫി അന്നും ഉണ്ട്. ഈ ട്രോഫി അല്ലാതെ വേറൊരു വണ്ടിയുണ്ട്. ഞാനൊരു കാറ് മേടിച്ചായിരുന്നു. അതിൻ്റെ ബാധ്യതകൾ എല്ലാം കൂടി അത്യാവശ്യം നല്ലൊരു പ്രശ്നത്തിലേക്കായി. അങ്ങനെ 2018 കഴിഞ്ഞ് ഇങ്ങനെ പോന്നു. 19 ഇതൊക്കെ പോന്നു. 2020 നമ്മുടെ കോവിഡും വന്നു. പിന്നെ ഒരു കാര്യം ഒന്നും പറയാനില്ല. അതിനകത്ത് നമുക്ക് ഈ പറഞ്ഞ പോലെ കോവിഡിൽ വൈൻഡപ്പ് ആവുന്ന വരയ്ക്ക് കുറച്ച് നല്ല ലോസിൽ തന്നെയാണ് ഓടിക്കൊണ്ട്. ഈ കോവിഡ് കഴിഞ്ഞിട്ടാണല്ലോ വരുന്നത്. അതിൻ്റെ ഭാരം നമ്മുടെ ചുമലിലുണ്ട്. അത് ചുമന്ന് വന്നപ്പോഴാണിത്. പോരാത്തതിന് അന്ന് എനിക്ക് 2 ബസ്സും ഉണ്ട്. ഇതിനിടയ്ക്ക് ബസ് മേടിച്ചിട്ടുണ്ട്. ഈ വണ്ടിപ്രാന്ത് AC നിർത്താൻ നിന്നില്ല. 2019 ഡിസംബർ 30 ആണ്
ഞാനൊരു വണ്ടി ആദ്യത്തെ ഒരു ബസ് മേടിക്കുന്നു. ടൂറിസ്റ്റ് ബസ്. അതെ, അതിന്റെ പേരും രാമേന്ദ്ര എറണാകുളത്ത് തന്നെയാണ്, രാമചന്ദ്ര. അന്ന് അതിനകത്ത് ചോദിച്ചു എന്താ ഈ രാമേന്ദ്ര എന്നുള്ള പേരൊരു മലയാളം പേര് വേറെ രീതിക്ക് മലയാളം ഫോണ്ടിലാണ് ഞാൻ എഴുതിയത്. അപ്പോൾ അന്ന് ഈ പറഞ്ഞ പോലെ 2 ബസ്സായിട്ട് പോയി. 2020 മാർച്ചിൽ ലോക്ക്ഡൗൺ 3 മാസം എൻ്റെ ബസ്സിന്. അന്ന് എനിക്ക് 2 ബസ്സുണ്ട്. 2 ബസ് മേടിച്ചു. കോവിഡ് കഴിഞ്ഞ് ഒരു 3 മാസം 4 മാസം, കോവിഡ് കഴിഞ്ഞിട്ടില്ല, കോവിഡ് റണ്ണിങ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മളും ഓടിക്കൊണ്ടിരിക്കുക. എവിടെ എത്തില്ല എന്ന് എനിക്കും അറിയാം, എല്ലാവർക്കും അറിയാം. സ്റ്റാഫുകളൊക്കെ അന്ന് 27 സ്റ്റാഫ് ഉണ്ടായിരുന്ന സ്ഥലത്ത് കോവിഡ് സമയമാകുമ്പോൾ ഒരു 12 സ്റ്റാഫൊക്കെ ആയിട്ട് കുറയ്ക്കേണ്ടി വന്നു. എന്താ വെച്ചാൽ അവരെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. ഹിന്ദിക്കാരുണ്ടായിരുന്നു, പിന്നെ നമ്മുടെ ഡ്രൈവേഴ്സ് കാര്യങ്ങൾ ഇവർക്കെല്ലാം. അങ്ങനെ എൻ്റെ വണ്ടിയുടെ EMI പെൻഡിങ്, വീട്ടിലെ കടങ്ങൾ പെൻഡിങ്, അങ്ങനെ എല്ലാം കൂടി കോവിഡ് വെളുപ്പിന് 3 മണിക്ക് എൻ്റെ വീട്ടിൽ കടക്കാർ വന്നിട്ടുണ്ട്. എന്നെ ആ സമയത്ത് വന്നാലേ കാണാൻ പറ്റുള്ളൂ എന്നുണ്ട്. വണ്ടി പോയി, ആദ്യത്തെ ബസ് പോയി, രണ്ടാമത്തെ ബസ്സും CC-കാർ കൊണ്ടുപോയി. എല്ലാം കഴിഞ്ഞ് നമ്മൾ അത്രയും നാൾ കൊണ്ട് ഉണ്ടാക്കിയതെല്ലാം സ്റ്റാഫുകളും എല്ലാം. നമ്മുടെ ലൈഫ് ഞാൻ അന്ന് പഠിച്ചത് ലോട്ടറിയാണ്. ചിന്തിച്ചിട്ടുണ്ടോ? അതിനകത്തൊന്നും ഇല്ല എന്ന് കണ്ട ആർക്കും വേണ്ട. ഞാൻ അന്ന് മനസ്സിലാക്കിയതാണ്. അന്ന് രാത്രി ഞാൻ ഈ വെളുപ്പിന് 3 മണിക്ക് ഡോറിൽ എൻ്റെ വീട്ടിൽ ഞാൻ കടം കൊടുക്കാനുള്ള ആളുകൾ വന്നിട്ട് തട്ടുമ്പോൾ ഞാൻ ചിന്തിച്ചാണ്. അത്രയും നാൾ എൻ്റെ ഫ്രണ്ട്സ് തന്നെയാണ് വന്നത്, ഇവരെ കൊണ്ടുവന്നത് എൻ്റെ കൂടെ അത്രയും നാളും നടന്നിട്ടുണ്ടായിരുന്നു ഫ്രണ്ട്സ് തന്നെയാണ് വന്നത്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു തിരിച്ചറിവ് അതായിരുന്നു. അവിടെ നിന്ന് ഞാൻ ആകെ പിന്നെ കട്ടയ്ക്ക് എൻ്റെ കൂടെ എൻ്റെ വൈഫാണ്. ഇത്രയും പ്രശ്നങ്ങൾ അവിടെ നിൽക്കുമ്പോഴും പുള്ളിക്കാരത്തി എന്നോട് പറയുന്നൊരു വാക്കുണ്ട്, എന്നെ കൂട്ടായിട്ടാണ് വിളിക്കുക. ആ ഒരു തരുന്നൊരു എനർജി ഉണ്ട്. പിന്നെ അച്ഛനും നല്ല സപ്പോർട്ടാണ്. എത്രയൊക്കെ പതറി നിന്നിട്ടും പുള്ളി എന്നോടൊരു വാക്ക് ചോദിച്ചിട്ടില്ല, കുറ്റപ്പെടുത്തിയിട്ടില്ല. എല്ലാവരും മുന്നിലും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. വൈഫാണെങ്കിലും അച്ഛനാണെങ്കിലും. പിന്നെ അമ്മ സൈലൻ്റാണ്, ഹൗസ് വൈഫാണ്, ഒന്നിലേക്കൊന്നും നമ്മളില്ല. അമ്മ നല്ല സപ്പോർട്ട് തന്നെയാണ് എല്ലാ കാര്യങ്ങൾക്കും. ഇതെല്ലാം കഴിഞ്ഞ് കോവിഡ് വന്നു, നമ്മുടെ വണ്ടികൾ പോയി, വലിയ സീറോ അല്ല, ബിഗ് സീറോ ആയിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരിക, നാട്ടിലേക്ക് വരികയാണ്, തിരുവല്ലാമിലേക്ക്. അതെ. പക്ഷെ ആയിട്ട് പോയിരുന്നു. പക്ഷെ എന്തോ ലാസ്റ്റ് ഞാൻ സെറ്റിൽമെന്റ് ആകുമ്പോൾ എൻ്റെ കയ്യിൽ ഒന്നുമില്ല. 33 വയസ്സ് 36 ലക്ഷം കടം. 33 വയസ്സിൽ 36 ലക്ഷം രൂപ കടം. അന്നേ ഞാൻ ഈ വീക്കെൻഡിൽ വീട്ടിലേക്ക് വരുമ്പോൾ വീട്ടിലെ ജപ്തി നോട്ടീസ് ഉണ്ടാവും. 1, 2 വെച്ചിങ്ങനെ ഫ്രിഡ്ജിൻ്റെ മുകളിലിരിക്കുന്നുണ്ടാവും. അമ്മ ഞാൻ കാണാതെ കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് വയ്ക്കും. വൈഫ് എടുത്തിട്ട് വരും, കാണിച്ചു തരും. പക്ഷെ ഞാൻ ഡൗൺ ആയത് എൻ്റെ മിസ്റ്റേക്ക് കൊണ്ടല്ല. ഞാൻ നല്ല രീതിക്ക് ബിസിനസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരാളാണ്. ഒന്നുമില്ലാതെ ഞാൻ കയറി വന്ന ഒരാളാണ്. ഞാൻ ഇവിടുന്ന് എൻ്റെ നാട്ടിൽ നിന്ന് എറണാകുളത്തേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, വെറും 150 രൂപ 1 സൈഡ് ട്രാവലിംഗ് എക്സ്പെൻസിനുള്ള പൈസ മാത്രമേ എൻ്റെ ഉള്ളൂ, തിരിച്ച് ഇങ്ങോട്ടില്ല. അങ്ങനെ വന്നൊരാളാണ് ഞാൻ. അപ്പോൾ എനിക്കൊന്നും പേടിക്കാനില്ല. ഞാനൊന്നും കൊണ്ടുപോയിട്ടില്ല, ഞാനൊന്നും കൊണ്ടുവന്നില്ല. പക്ഷേ കുറച്ച് ബാധ്യതകൾ ചുമലിലായി. പക്ഷെ ആ സമയത്ത് നമ്മളൊരു അച്ഛനാണ്, ഒരു ഭർത്താവാണ്, ഒരു മകനാണ്. നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നമുക്ക് ഒളിച്ചോടാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. വീടിൻ്റെ ജപ്തി നോട്ടീസ് ആരുടെ കയ്യിലാണ് വരിക? എൻ്റെ കയ്യിലാണ് വരിക. വണ്ടിയുടെ EMI പിന്നെ അന്ന് ദൈവം സഹായിച്ച് വണ്ടി CC-കാർ കൊണ്ടുപോയി. അതിൻ്റെ ബാധ്യതകളുണ്ട്. 1-2 വണ്ടികളുണ്ട്, അതെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് അങ്ങനെ കൊണ്ടുപോയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഒരു ഫ്രണ്ട്, കണ്ണൂരുള്ള പ്രവീൺ എന്ന പേര്, പുള്ളി ഈ അഡ്വർടൈസ്മെൻറ്റ് കമ്പനിയിൽ നിന്ന് കിട്ടിയ ഒരു ഫ്രണ്ടാണ്, കണ്ണൂർ തന്നെയാണ്. പുള്ളി എന്നോട് പറയുകയാണ്, തൃശ്ശൂർ ജില്ലയിലൊരു ക്ലോത്ത് ബ്രാൻഡിങ്ങിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ആളെ നോക്കുന്നുണ്ട്, താല്പര്യമുണ്ടോയെന്ന്. എനിക്ക് ആകെ തുണിയിലുള്ള ഒരു പരിചയം നമ്മുടെ വീട്ടിലെ ചെറുപ്പത്തിലുണ്ടായിരുന്ന ആ കൈത്തറിയും കുത്താമ്പുള്ളി എന്നുള്ളൊരു ബ്രാൻഡ് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. പിന്നെ ഞാൻ ഈ കുത്താമ്പുള്ളിയിൽ നിന്ന് കുറച്ച് തുണികൾ ഈ വെക്കേഷനിൽ, അതായത് ഞാൻ മടക്കാൻ പോകും, രാത്രിയൊക്കെ ഈവനിങ് വർക്കിനൊക്കെ പോകും. അങ്ങനെ പോയിട്ടുള്ള ഇത് മടക്കിൽ മാത്രമേ ഉള്ളൂ, എന്താണ് തുണിയൊന്നും അറിയില്ല. പിന്നെ ഞാൻ ഇവിടുന്ന് എടുത്തിട്ട് ഈ സാധനം സെയിൽ ചെയ്യായിരുന്നു. പണ്ടത്തെ എറണാകുളത്ത് ഞാൻ ഉള്ളപ്പോഴും പല കമ്പനികൾക്കും പല എൻ്റേതായ ഫ്രണ്ട്സുകൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഈ മുണ്ടുകൾ
അങ്ങനെ അവരുടെ വൈഫിനുള്ള സാരികളൊക്കെ ഫോണിലൊക്കെ കാണിച്ചു കൊടുത്തിട്ട് സെയിൽ ചെയ്യായിരുന്നു. അന്നും നമ്മുടെ ഉള്ളിൽ ബിസിനസ്സുകാരനാണല്ലോ, ആ ചെയ്യുന്നതും ബിസിനസ് തന്നെയാണ്. നല്ലൊരു മാർജിൻ അന്ന് അതിൽ നിന്ന് കിട്ടുമായിരുന്നു. അങ്ങനെ ചെയ്തിട്ടുള്ളൊരു എക്സ്പീരിയൻസ് മാത്രമേ എനിക്ക് അതിനകത്തുള്ളൂ. അങ്ങനെ ഞാൻ ഈ ബ്രാൻഡിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ തൃശ്ശൂർ ജില്ലയ്ക്ക് വേണ്ടിയിട്ട് എടുക്കുകയാണ്. ഓഫീസൊക്കെ തുടങ്ങി, ചെറിയൊരു 250 സ്ക്വയർ ഫീറ്റ് കുത്താമ്പള്ളി തന്നെ. ഇപ്പം ഇരിക്കുന്നതിൻ്റെ തൊട്ടപ്പുറത്തെ റൂമിന് ഒരു 250 സ്ക്വയർ ഫീറ്റ് 250 സ്ക്വയർ ഫീറ്റ് കഷ്ടേ ഉണ്ടാവുള്ളൂ. ചെറിയൊരു റാക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് സ്റ്റോക്കൊക്കെ ചെയ്ത്, സ്റ്റോക്ക് തുടങ്ങാൻ പൈസ വേണം, ഡിസ്ട്രിബ്യൂഷൻ അടയ്ക്കാൻ അവിടെ പൈസ വേണം. എവിടെ കാശ് കിട്ടി? കാരണം നമ്മളൊന്നും ഇല്ലാതെയാണ് തിരിച്ച് കുത്താമ്പുള്ളിയിലേക്ക് ചെന്നത്. അതെ, പിന്നെ എവിടെ ഗോൾഡ് അതാണല്ലോ നമ്മുടെ ലാസ്റ്റത്തെ ഒരു പോയിന്റ്. കുറച്ച് ഗോൾഡേ ഉള്ളൂ. ആദ്യത്തെ ഗോൾഡൊക്കെ നമ്മൾ ചെയ്തിട്ടാണ് പിടിച്ചു നിന്നുകൊണ്ടിരിക്കുന്നത്. കുറച്ച് ഗോൾഡും പിന്നെ ഫ്രണ്ട് സർക്കിളിൻ്റെ ഇടയിൽ നിന്നൊക്കെ ഉള്ളൊരു സപ്പോർട്ടും വൈഫ് തന്നെയാണ് മെയിനായിട്ട് സപ്പോർട്ട് ചെയ്തത്. പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയും. പിന്നെ ആ തന്നേക്കണ ഒരു പോസിറ്റീവ് എനർജി നമുക്ക് വേറെ എവിടെ നിന്നും കിട്ടിയിട്ടില്ല. ഇന്ന് രാത്രി ഞാൻ ഇന്നലെ ഇവിടെ വരുന്നവരേക്കുള്ള ആ ടൈം വരയ്ക്കും ഞാൻ ഇപ്പോഴും അന്നും ഇപ്പം എൻ്റെ എല്ലാ സീറോയിൽ നിൽക്കുമ്പോഴും ഞാൻ ഹാപ്പി ആയിട്ടു. എൻ്റെ വീട്ടിൽ ചെന്നാൽ ഞാൻ ഹാപ്പിയാണ്. എൻ്റെ അച്ഛൻ എന്നോടൊന്നും പറയില്ല, വൈഫും പറയില്ല, കട്ടയ്ക്ക് സപ്പോർട്ടാണ്. സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ പറ്റും. ഈ കഴിക്കുന്ന ഭക്ഷണം ഹാപ്പി ആയിട്ട് കഴിക്കാൻ പറ്റും, ആസ്വദിച്ച് കഴിക്കാൻ പറ്റും, സിമ്പിളായിട്ട്. അല്ലേ, നമ്മുടെ അടുത്ത് എല്ലാം ഉണ്ടെങ്കിലും ഒന്നും ഇല്ലെങ്കിലും നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റിയില്ല പോയില്ലേ. ഒരുപാട് പേര് നമ്മളെ തളർത്തിയിട്ടുമുണ്ട്, തളർത്താൻ നോക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ഹാപ്പി ആയിട്ടിരുന്നാൽ ഇവരാരും എന്ത് ചെയ്തിട്ടും കാര്യമില്ല. തോന്നുന്നുണ്ടോ? ആരും ഒന്നും ചെയ്താൽ നമ്മൾ ഏൽക്കില്ല. നമുക്ക് രാവിലെ ഇതേ ചിരിയോട് കൂടി നിൽക്കാൻ പറ്റും. അതെ, അങ്ങനെ നമ്മുടെ ഈ ഒരു ബ്രാൻഡ് ഡിസ്ട്രിബ്യൂഷൻ ആണല്ലോ. നമ്മൾ പൈസ റോളിംഗ് ആണ്. സാധനം പ്രൊഡക്റ്റ് കമ്പനിയിൽ നിന്ന് ക്രെഡിറ്റ് ബേസിൽ എടുക്കുന്നു, നമ്മളിവിടെ ക്രെഡിറ്റ് ആയിട്ട് കൊടുക്കുന്നു. നമുക്ക് 30 ദിവസം ക്രെഡിറ്റിൽ കിട്ടുമ്പോൾ നമ്മളിവിടെ 90 ദിവസം ക്രെഡിറ്റിന് ഇവിടെ കൊടുക്കും. അപ്പൊ നമ്മുടെ കയ്യിൽ റോളിംഗ് എമൗണ്ട് വേണം. നമ്മൾ ക്രെഡിറ്റിന്റെ ബിസിനസ് ചെയ്തിട്ടുമില്ല. നമുക്ക് ഇവിടുന്ന് 10 രൂപ കിട്ടുന്നു, ഇപ്പോഴത്തെ 5 രൂപ ഉണ്ടാക്കും. അതാണ് നമ്മൾ ചെയ്തേക്കുന്ന ബിസിനസ്. പക്ഷേ ഇവിടെ നേരെ തിരിച്ചാ. ഇവിടെ 10 രൂപ കൊടുത്ത് നമ്മൾ മേടിക്കുന്നു, ഇവിടെ സാധനം 0 ആയിട്ടാണ് കൊടുക്കണം. ആഴ്ചയിൽ 4 ദിവസം നമ്മൾ ലൈനിലാണ്. ഈ കിട്ടുന്ന പൈസ വെച്ച് കാറിൽ ഡീസൽ അടിച്ച്, നമ്മൾ കാറില്ലാതെ ഇറങ്ങില്ലല്ലോ, മുതലാളിയായിരുന്നല്ലോ, ബസ്സിന് പോകില്ല. എന്നിട്ട് ഈ പറയുന്ന ഏരിയ എല്ലാം പോയിട്ട് കളക്ട് ചെയ്തിട്ട് ഈ പേയ്മെൻറ്റുകളെല്ലാം കൊണ്ടുവരും. കമ്പനിക്ക് അടയ്ക്കാറാകുമ്പോഴേക്കും വീണ്ടും കിടക്കാറുണ്ട്. എന്താ വെച്ചാൽ നമ്മുടെ പൈസ മാർക്കറ്റിലാണ് കിടക്കുന്നത്. മാർക്കറ്റിൽ നിന്ന് ഒരു രീതിക്കും നമുക്ക് റിക്കവർ ആയിട്ട് വരില്ല. നമ്മൾ പ്രതീക്ഷിച്ച് ചെല്ലുന്നതല്ല നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്നു. എന്നുവെച്ചാൽ മാർക്കറ്റ് ഡൗൺ ആണ്, കോവിഡ് കഴിഞ്ഞ് കയറി വരുന്നുള്ളൂ, അവരുടെ കയ്യിലും ഫണ്ടില്ല, ഫണ്ടായി വരട്ടെ വരണ്ടായി. അങ്ങനെ നമുക്ക് തോന്നി ഇതും കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളത്. പിന്നെ ഞാൻ കിടക്കുന്ന സ്ഥലം ഒരു ഹബ്ബാണ്, അറിയാലോ, കുത്താമ്പുള്ളി. എന്തുകൊണ്ട് അതിലേക്ക് ഡൈവേർട്ട് ആയിക്കൂടാൻ ചിന്തിച്ച് ഞാൻ അതിലേക്ക് തന്നെ മാറുകയാണ്, കുത്താമ്പുള്ളിയിലേക്ക്. ആദ്യം ചെയ്യുന്നത് മുണ്ടുകളും സെറ്റ് മുണ്ടും സെറ്റ് സാരിയും കുറച്ച് ഐറ്റംസൊക്കെ ആയിട്ട് ഇങ്ങനെ നമ്മുടെ കുത്താമ്പുള്ളി സ്റ്റൈലിലാണ് ഞാൻ ഫുള്ള് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആളുകളുണ്ട്. റീറ്റെയിൽ ഇപ്പോൾ ഹോൾസെയിൽ എന്നുള്ളത് മാറി റീറ്റെയിലേക്ക് മാറി ആ സമയം കൊണ്ട്. അപ്പോഴും ഫണ്ട് വേണം. ഈ സെയിം റൂം തന്നെ ഞാൻ ഒന്നും കൂടി സെറ്റ് ചെയ്തെടുത്തു. ബാഗിലത്തെ പോർഷനും കൂടി എടുത്ത് ഒരു 250 സ്ക്വയർ ഫീറ്റ് എന്നുള്ളൊരു 500 സ്ക്വയർ ഫീറ്റ് ആക്കി ബാക്കൊക്കെ എടുത്ത് കവർ ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്തു. കുഴപ്പമില്ല. അന്നേരം സ്റ്റാർട്ട് ചെയ്യാൻ നമ്മുടെ കയ്യിൽ എല്ലാം തീർന്നിരിക്കുകയാണ്. അതെ, അവസാനം ഉണ്ടായിരുന്ന ഗോൾഡ് കൂടി നമ്മൾ ഈ ടെക്സ്റ്റൈൽസിലേക്ക് ഇറക്കി നിൽക്കുകയാണ്, ഡിസ്ട്രിബ്യൂഷനിലേക്ക്. അപ്പോൾ പിന്നെ നമുക്ക് എവിടെ നിന്നാണ് ഈ അടുത്തൊരു ബ്രാൻഡ് തുടങ്ങാനായിട്ട്? അതിൽ എന്നെ വിശ്വാസമുള്ള ഒരുപാട് പേരുണ്ട്. എൻ്റെ സപ്ലൈസ് ആണെങ്കിലും, എനിക്ക് റോ മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യുന്ന സപ്ലൈസ് ആണെങ്കിലും എൻ്റെ കോൺഫിഡൻറ്റ് കണ്ടിട്ട് തന്നെയാണ് അവരെല്ലാവരും എൻ്റെ കൂടെ നിന്ന്. അവരെന്നെ നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് സാധനങ്ങൾ തന്നു, ഞാനത് നല്ല രീതിക്ക് സെയിൽ ചെയ്തു. അത്യാവശ്യം ചെറിയ രീതിക്ക്, വലിയ ബൾക്കൊന്നുമല്ല, അന്ന് നല്ല രീതിക്ക് ചെയ്ത് ഒരു സപ്ലൈസ് പോലും ഞാൻ മോശക്കാരനാണെന്ന് പറയില്ല. മാക്സിമം എല്ലാവർക്കും പേയ്മെൻറ്റൊക്കെ ചെയ്ത് ക്ലിയറായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇന്ന് ആ സപ്ലൈസ് തന്നെയാണ്, അന്നുള്ള സപ്ലൈസ് തന്നെയാണ് ഇന്നും. അങ്ങനെ ഞങ്ങൾ ഇരിക്കുമ്പോഴാണ് ഈ പറഞ്ഞ പോലെ റീറ്റെയിലേക്ക് വന്നല്ലോ. എന്താണ് റീറ്റെയിൽ എന്ന് അറിയില്ല.
ചെയ്തേക്കുന്ന ഹോൾസെയിലാ. അന്നും നമ്മൾ പേര് രാമചന്ദ്ര, രാമചന്ദ്ര കൂടി ഒരു പാലൂടെ ചേർത്ത് ഹാൻഡ്ലൂം ഇൻസൈൻ മാറ്റി രാമചന്ദ്ര ഹാൻഡ്ലൂംസ് എന്നാക്കി നല്ലൊരു ചെറിയൊരു ബോർഡൊക്കെ വെച്ച് നല്ലൊരു കടയൊക്കെ ആയിട്ട് മുന്നോട്ട് കൊണ്ടുവന്നിരിക്കും. ഞങ്ങളിങ്ങനെ കട തുടങ്ങുന്നതിൻ്റെ ഒരു കോമഡി പറഞ്ഞുതരാം. കട തുടങ്ങുന്നതിൻ്റെ ഒരു 2 ദിവസം മുന്നേ ഒരു കൊച്ചു പയ്യൻ വന്നിട്ട് എന്നോട് ചോദിക്കുക, ചേട്ടാ കടയിലേക്ക് ആളെടുക്കുന്നുണ്ടോ? അപ്പോൾ ഞങ്ങൾ സ്റ്റാഫിനെ കുറിച്ച് ചിന്തിച്ചില്ല. ഞാനുണ്ട്, വൈഫുണ്ട്, അച്ഛനുണ്ട്. ഞങ്ങൾ 3 പേരും കൂടി മാനേജ് ചെയ്യുന്നു. അച്ഛനുണ്ടാവും, ഞാനുണ്ടാവും, കാര്യങ്ങൾ നോക്കാൻ ഞാനുണ്ടാവും, വൈഫും ഉണ്ടാവും എന്നുള്ളത്. അപ്പം ഞാൻ അങ്ങോട്ട് ചോദിക്കുക, ശരിയാണല്ലോ, സ്റ്റാഫ് വേണമല്ലോ, ഒരു സ്റ്റാഫ് വേണം. അപ്പോൾ ഈ പയ്യൻ പറഞ്ഞു എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. ശരി, അമ്മോട് നാളെ വരാൻ പറയാം. ആ ഒരു ആളെന്നു ആദ്യത്തെ എൻ്റെ സ്റ്റാഫ് സരിത എന്നാണ് പേര്. ഇന്നും എൻ്റെ കൂടെ എൻ്റെ ലെഫ്റ്റ് സൈഡിൽ പുള്ളിക്കാരുന്നുണ്ട്. ഞങ്ങളുടെ ഒരു സപ്പോർട്ട് പുള്ളിക്കാരത്തിന് എന്തിനും ഇന്ന് ഞങ്ങളുടെ കൂടെ. അല്ല, അന്ന് വന്ന ആളായതുകൊണ്ട് നമ്മുടെ അപ്സും ഡൗൺസും എല്ലാം അറിയാം, നമ്മുടെ ഫിനാൻഷ്യൽ എല്ലാ കാര്യങ്ങളും അറിയാം. എങ്ങനെ വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു ചാവി അവിടെ ലഭിച്ചെടുക്കും. അതിൻ്റെ കൂടെ തന്നെ വന്നൊരു വേറൊരു പയ്യനുണ്ട്, വിഷ്ണു എന്ന പേര്. ഇവർ 2 പേരാണ് എൻ്റെ 2 സ്റ്റാഫ്. ഇന്ന് എത്ര സ്റ്റാഫ് ഉണ്ട്? ഇന്ന് 86 പേര് കടയിൽ മാത്രമാണ്. കടയും കടയും ഗോഡൗണും മാത്രമായിട്ട് 86 പേര്. അതല്ലാതെ നമ്മുടെ വീടും കാര്യങ്ങളൊക്കെ ഒരു 200 പേരോളം സെപ്പറേറ്റ് പുറത്തുമുണ്ട്. അപ്പോൾ ഈ രാമചന്ദ്രൻ നമ്മളങ്ങനെ തുടങ്ങി 250 സ്ക്വയർ ഫീറ്റിൽ വളരെ ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ നിന്ന് ഇതാണ് നമ്മുടെ ഇനി മുന്നോട്ടുള്ള ഒരു വളർച്ചയിൽ നമ്മുടെ കൂടെ നിൽക്കുന്നത് ഈ ബ്രാൻഡാണ്, അല്ലെങ്കിൽ ഈ മെറ്റീരിയലാണ്, അല്ലെങ്കിൽ ഈ ബിസിനസ് ആണെന്ന് തിരിച്ചറിവുണ്ടാകുന്നത് ഏത് സമയത്താണ്? നമ്മുടെ ആ റീറ്റെയിലിലേക്ക് വന്ന ഒരു ടൈം തന്നെയാണ് എനിക്ക് പറഞ്ഞു തിരിച്ചറിവുണ്ടായത്. സെയിൽസിൻ്റെ ഗ്രോത്ത് കൂട്ടിയത് അവിടെ നിന്നാണ്. ഇന്ന് നമ്മൾ അത് മാറി ഓൺലൈനിലേക്ക് സ്റ്റാർട്ട് ചെയ്തു. റീറ്റെയിലിലേക്ക് തന്നെ ഓൺലൈൻ അതിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. എൻ്റെ ഒരു വീഡിയോഗ്രാഫർ ഉണ്ട്, ഫോട്ടോഗ്രാഫർ. നമ്മൾ PR വർക്കൊന്നുമില്ല, സിമ്പിളായിട്ടുള്ളൊരു പയ്യൻ. അവന് വേറൊരു ജോലിയുണ്ട്, ആ ജോലി പാർട്ട് ടൈം ജോലി. ആ ജോലി കഴിഞ്ഞ് വൈകുന്നേരത്ത് വരും. വൈകുന്നേരത്ത് ഒരു 6 മണിക്ക് വന്നു കഴിഞ്ഞാൽ 8 മണി വരെ ഞങ്ങളുടെ കൂടെ ഉണ്ടാവും. കൂടെ ഇരുന്ന് ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുക്കും. എന്നോട് കുറേ വീഡിയോ ചെയ്യാൻ പറയും. നമുക്ക് വീഡിയോയുടെ ഈ ഫ്രെയിമിൻ്റെ ഫ്രണ്ടിൽ വരാനുള്ള കഥയൊന്നും നമുക്കറിയില്ലല്ലോ. അപ്പോൾ അങ്ങനെ മാറി ഞാൻ അറിയാതെ വീഡിയോ എടുത്തിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. അങ്ങനെ ആ ഒരു വീഡിയോ കുറച്ച് കൂടി. അങ്ങനെ അതിൽ നിന്ന് 2-4 എൻക്വയറീസൊക്കെ വന്നു. ഞങ്ങൾ പിന്നെ അതങ്ങനെ ഡെവലപ്പ് ചെയ്ത് ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ടാക്കി, യൂട്യൂബ് പേജ് ഉണ്ടാക്കി, ഒരു ഫേസ്ബുക്ക് പേജ് ഉണ്ടാക്കി. അങ്ങനെ അത് കൂടെ അങ്ങോട്ട് സെയിൽ ചെയ്യാൻ തുടങ്ങി. ഇന്ന് സത്യം പറഞ്ഞാൽ കഴിഞ്ഞ ഓണം കഴിഞ്ഞ് നിന്നത് 42ാമത്തെ രാജ്യങ്ങളിലാണ്. 42 രാജ്യങ്ങളിലേക്ക് നമ്മുടെ 42 രാജ്യങ്ങളിലേക്കുള്ള കൊറിയർ നമ്മുടെ കൊറിയർ മുഖാന്തരം കടയിൽ നിന്ന് പോയിട്ടുണ്ട്. എല്ലാ ഡാറ്റയും നമ്മുടെ കയ്യിലുണ്ട്. അല്ല, അത് മിക്കവാറും പ്രകാശേട്ടന്റെ വീഡിയോസ് കാണുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും. വണ്ടിയിലൊക്കെ നിന്നിട്ട് അവിടുന്ന് ഡ്രസ്സ് എടുത്ത് കാണിക്കുന്നുണ്ട്. ഇതിന്ന് UK-ലേക്ക് അതൊക്കെ നമ്മൾ കൊടുക്കുന്ന സർവീസ് എന്ന് വെച്ചാൽ 5 days കൊണ്ട് ഡെലിവറി കിട്ടും. പിന്നെ ഈ പറഞ്ഞ പോലെ അറിയാമല്ലോ, ചില ഡിലേസ് ഒക്കെ വന്നിട്ടുണ്ടാകും. എല്ലാ 100% ഓക്കെ ഞാൻ പറയുന്നില്ല കേട്ടോ. എനിക്കുണ്ട് ഒരുപാട് മൈന്യൂട്ട് പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ടാവാം. ചിലപ്പോൾ വിളിച്ചിട്ട് കിട്ടാതിരുന്നുണ്ടാവാം, ഓർഡർ ചെയ്തിട്ട് കറക്റ്റ് ടൈമിൽ ഡെലിവറി. അതെല്ലാം ആ പീക്ക് ടൈമിൽ എനിക്കെന്നല്ല എല്ലാവർക്കും സംഭവിക്കും. അത് എനിക്കും സംഭവിച്ചിട്ടുണ്ടാവാം. നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ഒരു 1000 ഓർഡറിൽ ഒരു ഓർഡർ ആയിരിക്കും. അതെ, കസ്റ്റമർ നോക്കുമ്പോൾ ആകെ ഒരു ഷോപ്പിംഗ് അല്ലേ. അതെ, അവർക്കൊരു ഷോപ്പിംഗ് നടത്തിയിട്ടുണ്ടാവും. ഇന്നും നമുക്ക് ഇന്നിപ്പോൾ അൺസീസണിൽ കൂടി ഞാൻ ഇന്നലെ വരുമ്പോൾ 360 കൊറിയറാണ് ഇന്നലെ മാത്രം നമുക്ക് ഔട്ട്പുട്ട് ഉള്ളത്. അപ്പോൾ ഈ 250 സ്ക്വയറിൽ നിന്ന് അടുത്ത ഇതിലേക്ക് വളരുകയാണ് നമ്മൾ. അത് എത്ര നാളുകൊണ്ടായിരുന്നു ആ വളർച്ച? ഞങ്ങൾ 2021 നവംബറിലാണ് റീറ്റെയിലേക്ക് ശരിക്കും മാറുന്നത്. 2022 കൂടിയിട്ട് നമുക്ക് അത്യാവശ്യം കസ്റ്റമേഴ്സും കാര്യങ്ങളായി. 2023 നമ്മുടെ സെക്കൻഡ് ഇയർ ആയിരുന്നു. അത് നല്ല ഗ്രാൻഡായിട്ട് ഞങ്ങൾ ഫംഗ്ഷനൊക്കെ നടത്തി, അടിപൊളി. അന്ന് ഞങ്ങൾക്ക് 18-20 സ്റ്റാഫുകളുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 2024 വന്നു. അന്ന് ഞങ്ങൾക്ക് 35-40 സ്റ്റാഫുകളുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ 2025 നവംബറിലാണ് നമ്മുടെ ആനുവൽസറി വരുന്നത്. അന്ന് 4 വർഷം 86 സ്റ്റാഫ് ആയിട്ടാണ്. കുഴപ്പമില്ല. എൻ്റെ കസ്റ്റമേഴ്സിന് ഞാൻ കൊടുത്തേക്കണതെല്ലാം നല്ല ജെന്യൂനായിട്ട് ചെയ്തേക്കണം. ഒരു കള്ളത്തരത്തിലും ഞാൻ സപ്പോർട്ട് ചെയ്യില്ല. ഞാൻ കൊടുക്കുന്നതാണെങ്കിലും ഞാൻ ആ പ്രൊഡക്റ്റാണ് ഉപയോഗിക്കുന്നത്, അതേ ഞാൻ അവർക്ക് കൊടുക്കുള്ളൂ. തിരിച്ച് നമ്മൾ ഈ 33ാമത്തെ വയസ്സിൽ 36 ലക്ഷം രൂപ കടവായിട്ട് നിൽക്കുമ്പോഴാണ് അടുത്ത ഒരു സാഹസത്തിലേക്ക് നമ്മൾ ഇറങ്ങുന്നത്.
ആ സാഹസത്തിൽ നിന്ന് തന്നെയാണോ നമ്മുടെ ഈ പോയതെല്ലാം നമ്മൾ തിരിച്ചു പിടിക്കുന്നതും ആദ്യം കടങ്ങൾ തീർക്കുന്നതും? ആദ്യം ഞാൻ ചെയ്തത് ആ ബാങ്കിൽ നിന്ന് എൻ്റെ ആധാരം റിലീസ് വീടിന്റെ ചെയ്തിട്ട് ആധാരം. വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തു. ഓ, അന്നാണ് ഞാൻ ശരിക്കും ഒരു മകനായതും ഒരു ഭർത്താവായതും ഒരു ഒരു അച്ഛനാണ്. അച്ഛനായതും. അതെ. എന്താ വെച്ചാൽ എൻ്റെ മുന്നിൽ ആകെ ഉണ്ടായിരുന്നൊരു പ്രതിസന്ധി, അത് വല്ലാത്തൊരു സാധനം. എങ്ങനെ തിരിച്ച് റിക്കവറായി എടുക്കും എനിക്കറിയില്ലായിരുന്നു. എനിക്ക് എൻ്റെ ഈ ഒരു രാമചന്ദ്ര എന്നുള്ള ബ്രാൻഡ് അവിടെ നിന്ന് കിട്ടിയത് തന്നെയാണ് ഈ ഒരു കോൺഫിഡൻറ്റും പിന്നെ ഈ ഒരു ഇപ്പം ഇവിടെ വന്നിരിക്കാനുള്ള ഒരു അതെ അതെ. ഇത്. ഞാൻ ചോദിക്കട്ടെ, ഈ ഇത്രയും പ്രശ്നങ്ങളൂടെ കടന്നുപോയി, ഇപ്പം ഞങ്ങൾ ഒരുപാട് പേരെ കഥകൾ കേൾക്കാറുണ്ട്. അപ്പം അതിൽ പലരും ഈ ഹോട്ട് സീറ്റിൽ വന്നിരിക്കാൻ പറയുമ്പോൾ അവർ പറയും അവർ എത്തിയിട്ടില്ല, ആഗ്രഹിച്ച കുറച്ചുകൂടി എത്താനുണ്ട്, പക്ഷേ മറ്റുള്ളവരുടെ മുമ്പിൽ ചിലപ്പോൾ അവർ എത്തിയിട്ടുണ്ടാവുമായിരിക്കും. അതുപോലെ വളർന്ന് വീണ്ടും അതിൻ്റെ എല്ലാ നമ്മൾ ഉന്നതിയിലേക്ക് എത്തിയിട്ട് അവിടെ നിന്ന് എല്ലാം തകർന്ന് വീണ്ടും നമ്മൾ താഴെ എത്തി വീണ്ടും നമ്മൾ വളർന്നു വന്നതാണ്. തിരിഞ്ഞു നോക്കുമ്പോൾ ലൈഫിൽ ഏറ്റവും ഒരു പ്രൗഡ് മൊമെൻ്റ് ആയിട്ട് പ്രകാശേട്ടൻ എന്തായിരിക്കും തോന്നുന്നത്? അത് ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ ബ്രാൻഡിന് മുന്നിൽ നമ്മളിങ്ങനെ രാവിലെ ഈ ഒരു വെള്ള മുണ്ടും ഷർട്ടും ഇട്ടിട്ട് അതിന് മുന്നിൽ നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു എനർജി അല്ലേ, ആ ഒരു ഫീല് എനിക്ക് ഇന്നത്തെ എല്ലാ കച്ചവടക്കാരോടും ബിസിനസ്സുകാരോടും ഒക്കെ പറയാനുള്ളത്, നമുക്ക് വാശികളാവാം, എതിരാളികൾ വേണം, ഒരാളെ നശിപ്പിക്കാനുള്ളതാവരുത് അല്ലേ. ഞാൻ കണ്ടേക്കണതേ എനിക്കൊരു എതിരാളി ഉണ്ടെങ്കിലേ ഞാൻ വളരുള്ളൂ, അല്ലെങ്കിൽ ഞാൻ രാവിലെ എണീക്കില്ല. എപ്പോഴെങ്കിലും പോയാൽ മതി. രാവിലെ 10 മണിക്കും പോവാ, രാവിലെ 8 മണിക്കും കടയ്ക്ക് പോവാം, ആരെയും ചോദിക്കുമോ? എനിക്കൊരു എതിരാളി ഉണ്ട്, അവൻ രാവിലെ 7 മണിക്ക് കട തുറക്കുമെങ്കിൽ ഞാൻ രാവിലെ 6:30 തുറക്കണം അല്ലേ. അതൊരാളെ നശിപ്പിക്കാനാവരുത്. പിന്നെ വാശി നമ്മളോട് തന്നെ വേണം. നമ്മുടെ ബ്രാൻഡ് നമ്മൾ അതിൽ ഫോക്കസ് ചെയ്യുക. അതിനിപ്പോൾ ആരൊക്കെ എന്തൊക്കെ പണിയെടുത്താലും എന്നെ, അത് പറഞ്ഞപ്പോൾ ഞാൻ പറയാം, എന്നെ ജസ്റ്റ് ഞങ്ങളുടെ ആ ഒരു ഒരുപാട് കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട്. എനിക്ക് എൻ്റെ ബ്രാൻഡ് ഇല്ലാതാക്കാൻ വേണ്ടി മാത്രം ഫോക്കസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ട്. സീരിയസ്ലി എൻ്റെ സപ്ലൈസിനെ മുടക്കുക. 360 സപ്ലൈസ്, റോ മെറ്റീരിയൽസ് ആണെങ്കിലും എനിക്ക് അല്ലാത്ത പ്രൊഡക്റ്റ് സപ്ലൈ ചെയ്യുന്ന കുറേ സപ്ലൈസിനെ മുടക്കുക. എനിക്ക് സപ്ലൈസ് ചെയ്യുന്നവരെ ഞാൻ ആയിരിക്കും സപ്ലൈ ചെയ്യുന്നത്. ആ സപ്ലൈസ് അവിടെ വരുമ്പോൾ പറയാം, ഇന്ന ബ്രാൻഡിലേക്ക് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് വേണ്ട, അത് ഒഴിവാക്കിക്കോളൂ, നമ്മുടെ സെറ്റിൽമെൻറ്റ് ചെയ്തോളൂ. അങ്ങനെ പറയുമ്പോൾ എന്തായും നമ്മുടെ സപ്ലൈസിന് അങ്ങനെ മുടങ്ങിപ്പോയവർ ഒരുപാട് പേരുണ്ട്. പക്ഷേ ഞാൻ അതെല്ലാം പോസിറ്റീവായിട്ട് എടുക്കുള്ളൂ. എന്നെ വിശ്വാസമുള്ള അല്ലെങ്കിൽ എൻ്റെ കസ്റ്റമർ ആയിക്കോട്ടെ, സപ്ലൈസ് ആയിക്കോട്ടെ, അവർ എൻ്റെ അടുത്തേക്ക് വരും. തീർച്ചയായിട്ടും നമ്മളിൽ നിന്ന് പോകുന്നതാരാ? നമുക്ക് വേണ്ടാത്തവരാണ്. അപ്പം നമ്മുടെ നെഗറ്റീവാണ് മാറിയെന്നേ ഉള്ളൂ. ഈ തിരിച്ചു വരുന്നത്, അതിപ്പോൾ ഒരു സപ്ലയർ പോയി കഴിഞ്ഞാൽ നമുക്ക് അപ്പുറത്ത് 10 കസ്റ്റമറെ ഒഴിവാക്കിയിട്ടായിരിക്കും നമ്മൾ ഈ ഒരു സപ്ലയറെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് അല്ലേ. ആർക്ക് പോയി? ഇത്രയൊക്കെ ചെയ്തിട്ട് രാവിലെ എണീക്കുമ്പോൾ പ്രകാശൻ രാവിലെ വീട്ടിൽ നിന്ന് വരുമ്പോൾ ഫ്രീ ആയിട്ടാണ് വരുന്നത്, ഹാപ്പി ആയിട്ടാണ് വരുന്നത്. എടാ ഇതൊക്കെ ചെയ്തിട്ട് ഇവനൊരു കുലുക്കുമില്ലല്ലോ എന്നുള്ള. ഞാനൊരു എൻ്റെ ഷോപ്പിൻ്റെ നേരെ ഓപ്പോസിറ്റ് മീൻസ് കുറച്ച് അപ്പുറത്ത് മാറിയിട്ടൊരു ലാൻഡ് പർച്ചേസ് ചെയ്തു. ഇപ്പോൾ നമ്മുടെ ഒരു ഷോപ്പ് അതിനകത്ത് വരാൻ പോകുന്നത് അന്ന് തുടങ്ങിയതാണ് നമ്മുടെ ആളുകൾക്കുള്ള പ്രോബ്ലം. അത് നമ്മുടെ നാട്ടിലെന്നല്ല, എല്ലാ നാട്ടിലും ഉണ്ട്. നമ്മൾ വളർന്നു എന്ന് തോന്നുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട്. അത് എൻ്റെ എല്ലാ ഫീൽഡും ഞാൻ നേരത്തെ പറഞ്ഞില്ല, എനിക്ക് അന്ന് 2 ബസ് എൻ്റെ കടക്കാർ കൊണ്ടുപോയിരുന്നെങ്കിൽ ഞാൻ ചോദിക്കാൻ പോലെയത്. കാരണം വണ്ടി ഒരു ക്രേസ് ആണ് എന്നോട് പറഞ്ഞു. അതിന്റെ പുറത്താണ് നമ്മൾ എയ്സ് വാങ്ങുന്നത്, അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ 2 ടൂറിസ്റ്റ് ബസ് മേടിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഫിനാൻഷ്യലി സെറ്റ് ആകുമ്പോൾ നമ്മൾ ആ വണ്ടിപ്രാന്തി കാണിക്കാതിരിക്കില്ല. നഷ്ടപ്പെട്ടതിൽ എന്തൊക്കെ തിരിച്ചു പിടിക്കും. ഈ 2 വണ്ടി പോയപ്പോൾ എൻ്റെ വൈഫ് എന്നോട് പറഞ്ഞു, വാക്കുന്നുണ്ട്, പോയത് പോയി, ഇനി അത് ആലോചിച്ചിരിക്കുന്നത്. പറ്റുന്ന കാലത്ത് നമുക്ക് മേടിക്കാം. അന്നും അങ്ങനെ പറഞ്ഞു, മേടിക്കണ്ടെന്ന് പറഞ്ഞിട്ടില്ല. പറ്റുന്ന കാലത്ത് എത്ര വണ്ടി മേടിച്ചു? ഇന്ന് 9 വണ്ടി. 9 വണ്ടി മേടിച്ചു. അത് നല്ല രീതിക്ക് പോകുന്നുണ്ട്. അതിനും എതിരാളികളൊക്കെ ഉണ്ട്. നമ്മുടെ ട്രിപ്പുകൾ മുടക്കാനും ഈ മേഖലയിൽ, എൻ്റെ ഹാൻഡ്ലൂം മേഖലയിലുള്ള എതിരാളികൾ തന്നെയാണ് അതിനും എതിരാളികൾ. ഒരു പാർട്ടി വണ്ടി ബുക്ക് ചെയ്യുന്നു, അടുത്ത പാർട്ടി വന്നിട്ട് ആ വണ്ടി ക്യാൻസൽ ചെയ്യിപ്പിക്കുന്നു, അവർ വേറെ വണ്ടിയിൽ ടൂറ് പോകണു,
അങ്ങനെയുള്ള ഇഷ്യൂസ്. അത് നമുക്ക് പോസിറ്റീവായിട്ട് കണ്ടാൽ ഞാൻ എപ്പോഴും ചിരിച്ച മുഖത്തോടെ പറയണേ, ആ ഒരു ട്രിപ്പ് ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് അടുത്ത ട്രിപ്പ് നല്ലത് കയറി വരുമല്ലോ. നല്ല ടൈറ്റ് ദിവസങ്ങളായിരിക്കും അതെല്ലാം. നമ്മളൊരു പഴഞ്ചൊല്ല് പറയൂലോ, അത് ഈ മാങ്ങയിള മാവിലെ കല്ലറിയുള്ളൂ എന്ന് പറഞ്ഞിട്ടില്ലേ പണ്ടത്തെ ഒരു അതെ സെയിം അത് തന്നെയാണ്. ഇത് മാങ്ങ മാത്രല്ല, മാവ് പൂത്താ നിക്കണേ. അതിനകത്തേക്ക് ഇപ്പൊ എത്ര കല്ലെടുത്തെറിഞ്ഞാലും കൊഴിയേണ്ടതേ കൊഴിയുള്ളൂ, അല്ലാത്ത അവിടെ നിൽക്കും. നല്ല ഇപ്പൊ ഈ പറഞ്ഞ രീതിക്ക് അവിടെ പിടിച്ചു നിൽക്കാനായിട്ട് കുറച്ച് പാടുണ്ട്. ഞാൻ ചോദിക്കാൻ വേണ്ടിയായിരുന്നു, ഇപ്പൊ നമ്മുടെ നാട്ടിൽ മാത്രമല്ല, ഇപ്പം കേരളത്തില് ഇത്രയും കോമ്പറ്റേറ്റീവ്സ് ഉള്ളൊരു മേഖല വേറെ ഇല്ല. ഡ്രസ്സിന്റെ ഓൺലൈൻ ബിസിനസ്സിൽ ഭയങ്കരമായി കോമ്പറ്റീറ്റേഴ്സ് ഉള്ളൊരു കാലഘട്ടത്തിലാണ് നമ്മളും സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ഒരു കോമ്പറ്റീറ്റേഴ്സിൽ ഇത്രയും കോമ്പറ്റീറ്റേഴ്സ് ഉള്ള ഒരു മേഖലയിൽ എങ്ങനെ നമ്മൾ വ്യത്യസ്തമായിട്ട് പിടിച്ചു നിൽക്കുന്നു, എങ്ങനെ നമുക്ക് ഇത്രയും സക്സസ് ആയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു? ഞാൻ നേരത്തെ അത് പറഞ്ഞ പോലെ തന്നെ എനിക്ക് തന്നേക്കണ കസ്റ്റമേഴ്സ് തന്നേക്കണ ആ ഒരു ഊർജ്ജമുണ്ട്. എന്താ വെച്ചാൽ നമ്മളൊരു പ്രൊഡക്റ്റ് അവർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റിലൂടെ എനിക്കൊരു 10 കസ്റ്റമറെ കിട്ടിയിട്ടുണ്ടാവും. അവരുടെ ഫാമിലി ഒരു മാരേജ് വരുമ്പോൾ അടുത്ത ഒരു ഫസ്റ്റ് നോക്കുന്നത് നമ്മുടെ രാമേന്ദ്രയായിരിക്കും. പക്ഷെ അന്ന് രാമേന്ദ്രയ്ക്ക് വെഡ്ഡിങ് ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നില്ല. 2023 മുതലാണ് ഒരു വെഡ്ഡിങ്ങിൻ്റെയിലേക്ക് മാറി. അത് നല്ല രീതിക്ക് ഇന്ന് പോകുന്നുണ്ട്. ആ ഒരു സപ്പോർട്ടും ഉണ്ട്. പിന്നെ ഓൺലൈൻ ആണെങ്കിലും നമ്മൾ അത്യാവശ്യം നല്ല രീതിക്ക് ഓൺലൈൻ ചെയ്യാനും പറ്റുന്നുണ്ട്. ഇപ്പം പണ്ടൊക്കെയാണെങ്കിൽ പറയും സ്വർണവും തുണിയും നമ്മൾ പോയി കണ്ട് ഇഷ്ടപ്പെട്ട് തൊട്ട് നോക്കിയാൽ മേടിക്കുള്ളൂ എന്ന് പറയും. പക്ഷെ ഇന്ന് ഏറ്റവും കൂടുതൽ കച്ചവടം ഓൺലൈനിൽ നടക്കുന്ന ഈ സ്വർണത്തിനും ഈ തുണിക്കും തന്നെയാണ്. അത് നമ്മൾ കൊടുക്കുന്ന ഒരു ട്രസ്റ്റ് ആണ്. അതെ, സത്യം. അതെന്താ വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ അത് തന്നെയാണ് നമ്മൾ കടയിലും. പുറത്തുനിന്നൊരു സാധനം ഞാൻ ആവുന്ന ഒരു 99% നമ്മുടെ ഓൺ വീവിങ്ങിലുണ്ട്. അല്ലാത്ത പുറത്തുനിന്ന് കുറച്ച് സാധനങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ എല്ലാം നമ്മുടെ വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഒരു സെഗ്മെൻറ്റ് മാത്രമേ ഇതിന് മൂവിങ് ഉണ്ടാവുള്ളൂ. എല്ലാം കൂടി കലർന്നതാണല്ലോ ഒരു ടെക്സ്റ്റൈൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബാക്കിയുള്ള ഐറ്റംസും അത് നല്ലത്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പല സ്ഥലങ്ങളിലും പോയിട്ട് വീവേഴ്സിൻ്റെ ഇടയിൽ കടന്ന് അവിടെ ഒരാഴ്ചയും 2 ആഴ്ചയും സ്പെൻഡ് ചെയ്ത് അവരുടെ കൂടെ ഇരുന്ന് ഫുഡ് കഴിച്ചിട്ടാണ് ഞാൻ വരാം. ആദ്യമൊക്കെ ഇത് ചെയ്യാൻ നമ്മൾ ഇറങ്ങിയല്ലോ. പണ്ട് അഡ്വർടൈസ്മെൻറ്റ് കമ്പനി ആയിരുന്നപ്പോഴും അതെ, ആ സെയിം ഇത് തന്നെയാണ് ഞാൻ ഇവിടെയും കൊണ്ടുവന്നിട്ടുള്ളത്. എനിക്ക് അവിടെ നിന്ന് കിട്ടിയ ഒരുപാട് മെസ്സേജുകളുണ്ട്, ധൈര്യമുണ്ട്. ഇന്നും ഞാൻ 1250 സ്ക്വയർ ഫീറ്റ് വീട്ടിലാണ് താമസം. അന്ന് യൂസ് ചെയ്തിരുന്ന ഒരു ഫോക്സ് വാഗൻ്റെ ഒരു പോളോ കാറുണ്ട്, അത് തന്നെ ഇന്നും ഉപയോഗിക്കുന്നത്. എനിക്കും ആവാം അല്ലേ? അതെ, തീർച്ചയായിട്ടും ആകാം. പക്ഷെ ഞാൻ കൊണ്ടുവരുന്നത് നമ്മുടെ ആ ക്വാളിറ്റി, അതിലൊരു കോംപ്രമൈസ് ഞാൻ ചെയ്യില്ല. നമ്മുടെ ഒരു മാർജിൻ ഉണ്ട്, അതിന് പുറമേക്ക് ഞാൻ ഒരു മാർജിൻ ഇടില്ല. അതായിരിക്കും നമ്മുടെ ട്രസ്റ്റും. പുറത്തുനിന്നൊരു പ്രൊഡക്റ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ രാമേന്ദ്രയുടെ പ്രൊഡക്റ്റും തമ്മിൽ ഡിഫറൻസ് ഉണ്ടാവണം. അത് ഞാൻ എപ്പോഴും ഞാനത് ഫോക്കസ് ചെയ്യുന്നുണ്ട്, അത് ഫോളോ ചെയ്യുന്നുണ്ട്, അതിനകത്തൊരു ഉറപ്പ് വരുത്തുന്നുണ്ട്. ബെസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 100% ഓക്കെ ആവാൻ എനിക്കെന്നല്ല ആർക്കും പറ്റില്ല. ചെറിയ മൈന്യൂട്ട് പ്രോബ്ലംസ് നമ്മുടെ കയ്യിൽ ഉണ്ടാവാം. കിട്ടാത്തത് മീൻസ് ഇത്രയേ ഉള്ളൂ. പ്രോബ്ലം എന്ന് പറയാനായിട്ട് വിളിച്ച് കിട്ടിയില്ല, രാമേന്ദ്രയുടെ കയ്യിൽ നിന്ന് ഓണത്തിനൊരു പ്രൊഡക്റ്റ് മേടിക്കാൻ പറ്റിയില്ല എന്നുള്ള കംപ്ലൈൻ്റ് ആണല്ലോ. അങ്ങനത്തെ വിഷമങ്ങളാണ് കംപ്ലൈൻറ്റ്സ് ആയിട്ട് വരുന്നത്. അങ്ങനത്തെ വിഷമങ്ങളായി എന്താ വെച്ചാൽ ഒരു ദിവസം വരുന്ന എൻ്റെ പേഴ്സണൽ മെസ്സേജ് വാട്സപ്പിൽ വരുന്ന 5000-5200 മെസ്സേജാണ് എനിക്ക് മാത്രം വരുന്നത്. എന്താ വെച്ചാൽ ഈ കൊറിയറിലെല്ലാം എൻ്റെ നമ്പറുകളുണ്ടാവും. ആദ്യമൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഞാനത് മാറ്റി. എൻ്റെ സ്റ്റാഫുകൾ 18 ഓൺലൈൻ സ്റ്റാഫുണ്ട്. ഈ 86 പേരിൽ 18 പേര് ഓൺലൈനിൽ മാത്രമുള്ളതാണ്. നിൽക്കുന്ന സ്റ്റാഫുകളാണ്, എല്ലാം ലേഡീസ് സ്റ്റാഫുകളാണ്. നല്ല പ്രകാശേട്ടൻ്റെ കൂടെ എനർജറ്റിക് ആയിട്ട് നിൽക്കുന്ന 18 ഓൺലൈൻ സ്റ്റാഫ്. അതുപോലെ തന്നെ എൻ്റെ സെയിലിലെ സ്റ്റാഫുകളും കൂടെ. ഇപ്പം ഞാൻ എൻ്റെ അമ്മയുടെ പ്രായമുള്ള ആളുകൾ വരെ ഉണ്ട്. ജോലി ചോദിച്ചാൽ വരുന്നത്, വേണ്ടെന്ന് പറയാൻ പറ്റുമോ? പറ്റത്തില്ല. ഞാൻ കണ്ടേക്കണം, ഞാൻ പട്ടിണി കിടന്നിട്ടുണ്ട്. ഒരു നേരത്തെ ഭക്ഷണത്തിൻ്റെ വില ഞാൻ അറിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ ഒരാൾ വന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. പറ്റുന്ന പണി എന്താ വെച്ചാൽ ചേച്ചി ചെയ്താൽ മതി ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇന്നും ഹാപ്പിയാണ് അവരും എൻ്റെ കൂടെ. ഞാൻ ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന എൻ്റെ ഇത്രയും സ്റ്റാഫുകളുടെയും എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും എൻ്റെ വൈഫിൻ്റെയും സപ്പോർട്ടിലാണ് വന്നിരിക്കുന്നത്, അവരുടെ പ്രാർത്ഥനയിലാണ് വന്നിരിക്കുന്നത്. ഒരുപാട് കസ്റ്റമർ എനിക്ക് വേണ്ടി എൻ്റെ നാൾ വെച്ച് എനിക്ക് അമ്പലങ്ങളുടെ പുഷ്പാഞ്ജലിയും ആരാധന ചെയ്യുന്ന ഇതിനപ്പുറത്തേക്ക് നമുക്ക് എന്താ വേണ്ടത്? ഒരുപാട് ചേച്ചിമാർ എന്നെ വന്ന് കണ്ട് കാണാതെ, ഞാൻ ഫുഡ് കഴിക്കാൻ പോകുന്ന ടൈം 2:30 ഉച്ചയ്ക്ക് വരുന്നത്, 3 മണിയാകുമ്പോഴേക്കും തിരിച്ചു വരും.
വെയിറ്റ് ചെയ്തിരിക്കുന്ന ആളുകളുണ്ട്. ഇതിനപ്പുറത്തേക്ക് എന്താണ് ഒന്നും നമ്മളെ വേണ്ട, അത് സംബന്ധിച്ച് തന്നെയാണ് ആ ഹാപ്പിനെസ്, ആ കിട്ടുന്ന സന്തോഷം. ആ ഒരു പ്രൗഡ് മൊമെന്റിന് വേറെ ഒന്നും വേറെ പകരം ഒന്നുമില്ല, വേറെ വെക്കാനില്ല. ഒന്നുമില്ല, വേറെ ഒന്നുമില്ല. ഓക്കെ, ഞാൻ ഒരു ഇൻട്രസ്റ്റിംഗ് ചോദ്യം സ്പാർക്കിൽ എല്ലാവരോടും ചോദിക്കുന്നൊരു ചോദ്യമാണ്. പക്ഷെ ഇവിടെ ഞാനത് ചോദിക്കുമ്പോൾ കുറച്ചുകൂടി ഇമോഷണലായി പോകും. കാരണം ഒന്നുമില്ലായ്മയിൽ നിന്ന് തുടങ്ങി 150 രൂപ കൂട്ടുകാരുടെ കയ്യിൽ നിന്ന് കടം മേടിച്ച് കൊച്ചിയിൽ വന്ന് ഇവിടുന്ന് പക്ഷെ തിരിച്ച് ആദ്യം മുതലാളിയായിട്ട് പോയി, പിന്നെ ഒരു ബിഗ് സീറോ ആയിട്ട് തിരുവില്ലാമലയ്ക്ക് തിരിച്ചു പോയി. എഗെയിൻ തിരുവില്ലാമല അല്ലെങ്കിൽ ആ കുത്താമ്പുള്ളി എന്ന് പറഞ്ഞ ഗ്രാമത്തിൽ നിന്ന് നമ്മൾ ഒന്നേന്ന് തുടങ്ങുകയാണ്. ഇന്ന് എത്ര ടേൺ ഓവർ ചെയ്യുന്നുണ്ട്? ഇന്നിപ്പോൾ ലാസ്റ്റ് ഇയർ ഒരു 22 CR 22 കോടി നമ്മൾ ടേൺ ഓവർ ചെയ്യുന്നുണ്ട് 4 വർഷം കൊണ്ട്. 4 വർഷം കൊണ്ട്. അടിപൊളി. അത് ഈ പറഞ്ഞതുപോലെ അത്രയും കസ്റ്റമേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്, അത്രയും ആളുകളുടെ പ്രാർത്ഥനയുള്ളത് കൊണ്ടായിരിക്കും, നമ്മൾ അത്രയും നാളും ചെയ്തുകൊണ്ടിരുന്ന കാര്യത്തിന് ഒരു നന്മയുള്ളത് കൊണ്ടായിരിക്കും, നമ്മൾ ആരെയും പറ്റിക്കാത്തത് കോടി എന്നുള്ളതല്ല. ഞാൻ അന്ന് 250 സ്ക്വയർ ഫീറ്റ് ബിൽഡിങ്ങിൽ നിന്ന് ഇന്നിപ്പോൾ ഞാൻ നമ്മുടെ ഓൺ ബിൽഡിങ്ങിൽ വരാൻ പോണ് 25,000 സ്ക്വയർ ഫീറ്റ്. 25,000 സ്ക്വയർ ഫീറ്റിലേക്കാണ് 25,000 സ്ക്വയർ ഫീറ്റിന്റെ ബിൽഡിംഗ് ആണ് ഓൺ ബിൽഡിംഗ്. ഇപ്പോൾ നെക്സ്റ്റ് വീക്ക് അതിന്റെ തറക്കല്ലിടുന്ന ചടങ്ങാണ്. ഇനി എന്നല്ലേ വേണ്ടേ? എന്താ വേണ്ടേ? അതെനിക്ക് തന്നേക്കണ സപ്പോർട്ടും എനിക്ക് എറണാകുളത്ത് നിന്ന് കിട്ടിയ ആ ഒരു ധൈര്യം. ഞാനിങ്ങനെ പട്ടിണി കിടക്കുന്നതിന്റെ വിഷമം നമുക്കറിയാം. ഞാൻ കിടന്നിട്ടുള്ളവരാണ്, വെള്ളം കുടിച്ചിട്ട് 2 ദിവസം വരെ ജീവിച്ചിട്ടുള്ളൂ, അതും നമുക്കറിയാം. എന്താ വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശരിക്കും നമ്മുടെ ഒരു അവസ്ഥ മാറ്റിമറിച്ച ആ ഒരു വണ്ടിയിൽ നിന്നാണ്. നല്ലതിന് ആ വണ്ടി കൊടുക്കേണ്ട സാഹചര്യം വന്നു. അതങ്ങനെ അതെന്താ വെച്ചാൽ ഇപ്പോൾ 15 വർഷത്തൊക്കെ കാലാവധി കഴിഞ്ഞ വണ്ടികളൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ ആ ഒരു വണ്ടി കൊടുക്കുന്നത്, അതേ സെയിം സാധനം വേറെ ഫോട്ടോസ്റ്റാറ്റിൽ വാങ്ങി വെച്ചിട്ടുണ്ട്. അതിപ്പോഴും ഉണ്ട്. പിന്നെ എൻ്റെ എല്ലാ വണ്ടികൾക്കും ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന കാറാണെങ്കിലും അതിനും ഒരുപാട് കഥകൾ പറയാനുണ്ടാവും. എന്താണെന്ന് വെച്ചാൽ നമ്മൾ അറിയാലോ, എല്ലാം ഉണ്ടായിരുന്നിട്ട് ഒരു നാളില്ലാതെ ജീവിക്കുമ്പോഴും നമ്മുടെ കൂടെ ഉള്ളവരെ, ഇപ്പോൾ വൈഫായിക്കോട്ടെ, നമ്മുടെ വണ്ടി ആയിക്കോട്ടെ, അച്ഛനായിക്കോട്ടെ, നമ്മുടെ ഫാമിലി ആയിക്കോട്ടെ, അവർക്കൊക്കെ അറിയാമല്ലോ നമ്മളെന്താണെന്നുള്ളത്. ഞാൻ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഞാൻ ഈ സ്പാർക്കിൻ്റെ കഥ പറഞ്ഞ പോലെ ഈ സ്പാർക്ക് എനിക്ക് ഒരുപാട് ഊർജ്ജം തന്നിട്ടുണ്ട്. ഫസ്റ്റ് ഞാൻ ആദ്യമൊക്കെ എൻ്റെ കാലഘട്ടങ്ങളിൽ 2018-19 നിങ്ങളുടെ എല്ലാ ഇൻ്റർവ്യൂസും കാണും. പിന്നെ ട്രാവൽ ചെയ്യുമ്പോൾ നാട്ടിൽ നിന്ന് ഓണാക്കിയിടും, ഡാഷ്ബോർഡിൽ ഓണാക്കിയിടും, നല്ല ഹൈ വോളിയത്തിൽ വീഡിയോ കാണുന്നില്ല, വോയിസ് മാത്രം കേട്ടിട്ട് ഫുള്ള്. സത്യം ഇന്ന് ഞാൻ ഇവിടെ കയറി വരുമ്പോൾ സത്യമാണ് എൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം ചാടിയതാണ്. എന്താ വെച്ചാൽ ഞാൻ സ്വപ്നത്തിൽ പോലും ഞാൻ ചിന്തിച്ചിട്ടില്ല ഞാൻ ഇതുപോലൊരു സീറ്റിൽ വന്നിരിക്കുമെന്ന്. പക്ഷെ ദൈവ നിശ്ചയമാണ്. ഞാൻ എപ്പോഴും പറയാറ്, ഞാൻ രംഗു ആ സമയത്തൊക്കെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ വരുന്ന കോള് ട്രാവൽ ചെയ്യുമ്പോഴും രാവിലെ ജോഗിങ്ങിന് പോകുമ്പോഴും കേൾക്കുന്ന ഈ കഥകൾ ഭയങ്കരമായിട്ട് ഒരുപാട് പേരെ സ്പാർക്ക് കണ്ടിട്ട് ബിസിനസ് തുടങ്ങിയവരെ കണ്ടിട്ടുണ്ട്. എന്തെങ്കിലും ഒരിക്കൽ സ്പാർക്കിന്റെ ഹോട്ട് സീറ്റിൽ കഥ പറയണമെന്ന് വിഷൻ ബോർഡിൽ എഴുതി വെച്ചേക്കുന്നവരെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതാ പറയണേ, എനിക്ക് നമുക്ക് ഒരു എയിം ഉണ്ടാവണം. ഇപ്പം ഇവിടെ വന്നിരിക്കാൻ എനിക്ക് അന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ വെറുതെ ഇരുന്നാൽ നടക്കില്ല. രാവിലെ നടക്കാൻ പോകും, രാവിലെ 5 മണിക്ക് 6 മണിക്കായിരിക്കും നടക്കാൻ പോകുന്നത്. ഫോണിൽ 2 മൊബൈലുണ്ട്, ഈ ഒരു മൊബൈലുണ്ട്, ഇതിലൊരു മൊബൈലിൽ ഇങ്ങനെ മെസ്സേജ് ആയിരിക്കും, റിപ്ലൈ കൊടുത്ത് ഓപ്പോസിറ്റ് വരുന്ന ആൾ നമ്മളോട് ചോദിക്കും, നീ എന്തിനാണ് നടക്കാൻ വരുന്നത്? എന്താ വെച്ചാൽ കൊടുക്കുന്ന കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന മെസ്സേജുകളാണ്. എൻ്റെ ഫോണിൽ ഇൻസ്റ്റയിലാണെങ്കിലും വാട്സപ്പിലാണെങ്കിലും നമ്മുടെ ഫ്രീ ടൈം അപ്പോഴാണ് വരുന്നത്. രാത്രി 12 മണിക്കായിരിക്കും നമ്മൾ ഉറങ്ങുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നത്. അത്രയും എഫേർട്ട് എടുത്തിട്ട് തന്നെയാണ് ഇന്ന് ഈ സീറ്റിൽ വന്നിരിക്കുന്നത്. വെറുതെ ഈ പറഞ്ഞ പോലെ വന്നങ്ങനെ ഇരുന്നതല്ല. അപ്പോൾ അതിനകത്ത് ഇന്നിവിടെ വരാനും ഇന്നിപ്പോൾ ഈ പറഞ്ഞ പോലെ ഇതെല്ലാം നേടിയെടുക്കാനും ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഈ വണ്ടിയോട് ഇത്രയും ക്രൈസ് വന്നാണ് കാരണം എന്താ? കാരണം അന്നും ഒത്തിരി പൈസ ഉണ്ടായിട്ടല്ല 2 ബസ് മേടിക്കണേ, ഒരു ബസ് മുതലാളി ആവണമെന്നുള്ള ആഗ്രഹത്തിലാണ്. അങ്ങനെ ഞാൻ പണ്ട് എറണാകുളത്തായിരുന്നപ്പോഴേ ഫസ്റ്റ് ഇവിടുന്ന് ബാംഗ്ലൂരിൽ നിന്നൊക്കെ കഴിഞ്ഞ് എറണാകുളം പോയി അവിടെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന കാര്യം പറഞ്ഞല്ലോ. ഞാൻ വൈകുന്നേരങ്ങളിൽ ബസ് കഴുകാൻ പോകും. ബാംഗ്ലൂര് അല്ല, ഇവിടെ എറണാകുളത്ത്. അന്ന് ലൈൻ ബസ് ഒക്കെ കഴുകി കഴിഞ്ഞാൽ ഒരു ബസ് കഴുകി 25 രൂപ കിട്ടും. ഒരു ബസ് 25 രൂപ, മാക്സിമം ഒരു 10 എണ്ണം. ഞങ്ങൾ 2 ടീമുണ്ട്. അവർ പോകുമ്പോൾ അവരുടെ കൂടെ പോയതാ, ഒരു 25 രൂപ കിട്ടും. അത് ഞങ്ങൾ പിന്നെ എല്ലാവരും കൂടി അന്ന് ഈ ലൈലാൻഡിനോടും ടാറ്റയോടൊക്കെ കൂടി
പ്രേമം. അത് തന്നെയാണ് എൻ്റെ. ആ പ്രേമാണ് ഇന്ന് 9 ഇന്ന് 9 ബസ്സിൽ എത്തിയത്. എല്ലാം നല്ല പുതിയ വണ്ടികൾ മാത്രമേ എടുക്കുള്ളൂ. എല്ലാം അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് നല്ല സർവീസും കൊടുക്കും. നമ്മുടെ ഇപ്പോൾ ഏത് പാക്കേജ് ആണെങ്കിലും, നമ്മുടെ ഒരു ലോക്കൽ കല്യാൺ ട്രിപ്പ് ആണെങ്കിലും നമ്മുടെ പിള്ളേർ നല്ല ഹാപ്പി ആയിട്ട് അത് വണ്ടി കയറി ഇറങ്ങത്തുള്ളൂ. ഈ ചോദിക്കട്ടെ, ഈ രാമചന്ദ്രൻ എന്ന് പറഞ്ഞ പേര് എല്ലായിടത്തും, നമ്മൾ ആദ്യത്തെ കമ്പനി തുടങ്ങിയപ്പോൾ രാമചന്ദ്രയായിരുന്നു, നമ്മൾ ഇപ്പം ടൂറിസ്റ്റ് ബസ് മേടിച്ചപ്പോൾ രാമചന്ദ്രയായിരുന്നു, ടെക്സ്റ്റൈൽസിലേക്ക് വന്നപ്പോൾ രാമചന്ദ്രയാണ്, നമ്മുടെ ബ്രാൻഡ് എല്ലാം ബിൽഡ് ചെയ്യുന്നത് രാമചന്ദ്രയിലാണ്. ഈ രാമചന്ദ്രൻ എന്ന് പറഞ്ഞ പേരിന്റെ പുറകിലെ കഥ എന്താണ്? എൻ്റെ അച്ഛൻ്റെ അച്ഛനാണ്, എൻ്റെ അച്ഛനാണ് രാമചന്ദ്ര, എൻ്റെ ഗ്രാൻഡ് ഫാദർ. എനിക്കിന്ന് ജീവിച്ചിരിപ്പില്ല, മരിച്ച ആള് ഇത്രയും കൂടുതലൊരു സപ്പോർട്ടും സ്നേഹിച്ച ഒരാളുണ്ടെങ്കിൽ ആ പുള്ളിയാണ്. ഞാൻ അങ്കിളും അത് എനിക്ക് അത്ര ഇഷ്ടമായിരുന്നു. ഞാൻ എൻ്റെ അച്ഛൻ ഗൾഫിലായിരുന്നു എൻ്റെ കുട്ടിക്കാലത്തൊക്കെ. ഞാൻ 10th ക്ലാസ് പഠിക്കുമ്പോൾ അച്ഛൻ നാട്ടിലായിരുന്നു. അതുവരെയ്ക്കും ഞങ്ങളെ വളർത്തിയതല്ല ഞങ്ങളുടെ അച്ഛനാണ്. നമ്മുടെയൊക്കെ ലൈഫിലെ സൂപ്പർ ഹീറോസ് ചിലപ്പോൾ നമ്മുടെ ഒരു പ്രായം വരെ നമ്മുടെ അച്ഛനാണ്. ഞാനുണ്ട്, എനിക്കൊരു പെങ്ങളുണ്ട്, അച്ഛൻ, അമ്മ, ഇപ്പോൾ വൈഫ്, കുട്ടികൾ. അപ്പോൾ ഞാനും എൻ്റെ പെങ്ങളും ഞങ്ങളെ വളർത്തിയതല്ല. പിന്നെ അച്ഛൻ ഗൾഫിലായത് കാരണം അച്ഛൻ വന്നു, പിന്നെ അങ്ങനെ കുടുംബം. അപ്പൊ അച്ഛനാണ് ഈ രാമചന്ദ്രൻ. അദ്ദേഹം ഇങ്ങനെ സ്വർഗത്തിലിരുന്ന് സന്തോഷിക്കുന്നുണ്ടാവും അല്ലേ? പുള്ളിയുടെ ഒരു ബ്ലെസ്സിങ് ആണ് നമുക്ക് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് തരുന്ന ആ ഒരു സപ്പോർട്ടാണ്. ഇന്നും ഞാൻ ടെൻഷൻ അടിക്കില്ല. നാളെ നേരം വിളിച്ചാൽ ചിലപ്പോൾ ആവില്ല എന്നുള്ള ദിവസങ്ങളൊക്കെ വരെ ഉണ്ടായിട്ടുണ്ടാവും. ഹാപ്പി ആയിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ ചെന്ന് 2 മക്കളാണ്, ഞാൻ അവരായിട്ട് എൻജോയ് ചെയ്യണത് കണ്ടു കഴിഞ്ഞാൽ എൻ്റെ വൈഫിനെ ചോദിക്കും കൂട്ടുകാരൻ എന്താണെന്നുള്ളത്. അത്ര ഫ്രീ ആയിട്ട് ഞാൻ അറിയും. നമ്മൾ എന്തിനാണ് ടെൻഷൻ അടിക്കണേ? നാളെ ഒരു പേമാരി വന്ന് ഇത് പോയാലും കഴിവുണ്ടെങ്കിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റും അല്ലേ? ഇനി നമ്മൾ ആരൊക്കെ വെട്ടി താഴ്ത്തിട്ടാലും നമുക്ക് പറഞ്ഞു വെച്ചേക്കുന്ന ഒരു കാര്യമുണ്ട്, അത് നമുക്കുള്ളത് തന്നെയാണ് അല്ലേ? നമ്മുടെ അരിയില് നമ്മുടെ പേര്. അതെ 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 അതെ. ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ട് തന്നെയാണ് ഇന്ന് ഈ സീറ്റിൽ വന്നിരിക്കുന്നത് അല്ലേ? അതെ, പിന്നെ തീർച്ചയായിട്ടും ആ വഴികളിലൂടെ തിരിച്ച് ഞാനിങ്ങനെ എവിടെ നിൽക്കുന്നത്, ഞാനിങ്ങനെ യാത്ര ചെയ്യുമായിരുന്നു കൂടെ. എൻ്റെ മൈൻഡിൽ ഇപ്പോഴും ഒന്നുമില്ലാതെ തിരിച്ച് തിരുവല്ലാമലയിൽ ചെന്ന് ഇറങ്ങിയ ആ ഒരു ചെറുപ്പക്കാരൻ എൻ്റെ ഉള്ളിലുണ്ട്. ഞാൻ ഇവിടെ നിന്ന് എൻ്റെ വണ്ടിക്ക് തിരിച്ചു പോകാൻ ഇല്ലാതെ വണ്ടി കമ്പനിയിലിട്ട് അവിടെ ബസ്സിന് കയറി പോകും. 150 രൂപ ഇവിടെ പോവാം. കാറിനാകുമ്പോൾ 1700 രൂപ. അപ്പോൾ ഏതാ ബെറ്റർ ഏതാ? അതെ. അപ്പോൾ അതൊക്കെയാണ്. ഞാൻ പ്രകാശിനോട് ആലോചിക്കട്ടെ, ഇപ്പോൾ ഒരുപാട് പേര്, ഇപ്പം നമ്മൾ ഒരുപാട് പേരെ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. ഇതിൽ പലരും പലപ്പോഴും ജീവിതം മടുത്ത് ആത്മഹത്യയുടെ വക്കിൽ വരെ എത്തിയേക്കുന്നവരുണ്ട്. ഇതുപോലെ കടങ്ങൾ വന്നിനി എന്ത് മുന്നോട്ട് ചെയ്യണമെന്ന് അറിയാത്തവരുണ്ട്. ഒരുപാട് മണ്ടത്തരങ്ങളും പൊട്ടത്തരങ്ങളും ചെയ്യുന്നവരുണ്ട്. അങ്ങനെയുള്ളവരോട് ലൈക്ക് തോറ്റുപോയി എന്ന് തോന്നിയിട്ട് നിൽക്കുന്ന ആളുകൾ ഒത്തിരി പേര് നമ്മളെ കേൾക്കുന്നുണ്ടാവും. പ്രകാശേട്ടൻ എന്താ അവരോട് പറഞ്ഞു കൊടുക്കുക? എൻ്റെ നമ്പർ ഒന്ന് കൊടുത്താൽ മതി, എന്നെ ഒന്ന് കാണാൻ പറഞ്ഞാൽ മതി. എന്ന് വെച്ചാൽ ബിഗ് സീറോ എന്ന് വന്ന ഒരാളാണ് ഞാൻ. എനിക്ക് മുകളിൽ വേറെ തോൽവില്ല അല്ലേ? ഞാൻ എല്ലാം ഇത്രയും തോറ്റ് കയറി വന്നത് തന്നെയാണ്. എനിക്ക് പറയാനുള്ളൂ, ചെയ്യുന്നത് നല്ല ആത്മാർത്ഥമായിട്ട് ചെയ്യാം. നമ്മളൊരു പ്രൊഡക്റ്റ് ഒരാൾക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അതൊരു നേരത്തെ ഭക്ഷണമാണെങ്കിലും അത് മനസ്സറിഞ്ഞു കൊടുക്കുക, അത് നമുക്ക് തിരിച്ചു കിട്ടും. ചെയ്യുന്നത് എന്തിനോടാണെങ്കിലും. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളൊക്കെ ഓണ സമയത്ത് അല്ലെങ്കിൽ വിഷു സമയത്ത് നമ്മുടെ ഒരു അറിയാലോ ടെക്സ്റ്റൈൽ സീസൺ നടക്കുന്ന സമയമാണ്. രാവിലെ ഗോഡൌണിൽ നിന്ന് പോകുന്ന രാവിലെ 5 മണിക്കാണ്. എല്ലാ ലോഡും 8 മണിക്ക് വരും. എല്ലാ കാര്യങ്ങളും 7:30 ആകുമ്പോഴേക്കും സെക്യൂരിറ്റി ടീംസ് വരുമ്പോഴേക്കും നമ്മളും വരും. കുളിക്കുന്നു, ഫ്രഷ് ആവുന്നു, വരുന്നു. ഹെൽത്ത് നോക്കണം കേട്ടോ. ഹെൽത്ത് ഞാൻ പറയട്ടെ, നമ്മളൊരു നേരത്തെ ഭക്ഷണം ആസ്വദിച്ച് കഴിക്കുന്നുണ്ടെങ്കിൽ അതിൽ കൂടുതൽ എന്താ ഉള്ളത് അല്ലേ? അതാ പറഞ്ഞത്. അപ്പോൾ അത്രയും ടൈമും അതിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. വെറുതെ നമ്മളൊരു ബ്രാൻഡ് തുടങ്ങി അല്ലെങ്കിൽ കുറേ എന്തെങ്കിലുമൊക്കെ ചെയ്ത് വീഡിയോസ് ചെയ്ത് അതിലല്ല. നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആത്മാർത്ഥമായിട്ട് കാണുന്നവർ കണ്ടാൽ മതി, വാങ്ങുന്നവർ വാങ്ങിയാൽ മതി. ആ വാങ്ങുന്നവർക്ക് നമുക്ക് വിശ്വാസം കൊടുക്കും. അതിലാണ് ആ ഒരു ബ്രാൻഡ് നെയിം ഇരിക്കുന്നത്, നമ്മുടെ വിശ്വാസം ഇരിക്കുന്നത്.
ഞാൻ ഈ കഥയിൽ നിന്ന് കുറച്ച് ഇൻഫർമേഷനിലേക്ക് പോട്ടെ. ഇപ്പോൾ നമ്മളെല്ലാവരും പണ്ടൊക്കെയാണെങ്കിൽ നമ്മളൊരു സാരി മേടിക്കും, കാണും, സാരി മേടിക്കും, പോകും. പക്ഷെ ഇന്ന് വരെ എല്ലാവരും ഈ കസ്റ്റമൈസേഷനിലാണ്. ഇപ്പോൾ ഒരു കാലഘട്ടം വരെ ചുരിദാർ കസ്റ്റമൈസ് ചെയ്യുമായിരുന്നു. പക്ഷെ ഇന്നത്തെ ട്രെൻഡ് സാരി കസ്റ്റമൈസേഷനാണ്. വെഡ്ഡിങ് സാരീസ് കസ്റ്റമൈസ് ചെയ്യുക. ഈ സർവീസ് രാമചന്ദ്രയിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് ആളുകൾ എത്ര രൂപ വരെയൊക്കെ സ്പെൻഡ് ചെയ്യുന്നുണ്ട്? ഞാൻ പറയല്ലേ, അത് നമ്മുടെ താല്പര്യത്തിനനുസരിച്ചാണ്. പ്യുവർ കസവ് ഇട്ട് ചെയ്യുന്ന ആളുകളുണ്ട്, സെമി കസവ് ഇട്ട് ചെയ്യുന്നവരുണ്ട്, നമ്മുടെ 2G ഗ്രാം 1G ഗ്രാം, അങ്ങനെ കുറേ സെഗ്മെൻ്റ് ഉണ്ട്. അതിന് എന്താണോ റേറ്റ് വരുന്നത്, അല്ലെങ്കിൽ ഇന്നത്തെ കസ്റ്റമേഴ്സ്, അത് ഞാൻ പറയുന്ന ഒരു സാരി, വെഡ്ഡിങ് സാരിയുടെ കസ്റ്റമേഴ്സ് ആണെങ്കിൽ ലോ റേഞ്ചും ഉണ്ട്, ഹൈ റേഞ്ചും ഉണ്ട്. നമ്മൾ തിരഞ്ഞെടുക്കുന്നതാണ് നമ്മുടെ ഹാപ്പിനെസ് അല്ലേ. അത് ഏത് റേഞ്ച്, ഇപ്പം നമ്മുടെ ഒരു ബഡ്ജറ്റ് നമുക്ക് കയറുള്ളൂ അല്ലേ. ആ ഒരു ബഡ്ജറ്റ് ഞങ്ങളോട് പറയാണ്, ഇപ്പോൾ പോട്ടെ ഒരു 5000 അല്ലെങ്കിൽ ഒരു 50,000, ഒരു 5 ലക്ഷം, ഞങ്ങൾക്ക് ഇതാണ് ഞങ്ങളുടെ ഒരു എയിം, എന്ത് ചെയ്യാൻ പറ്റും? അതിനകത്ത് ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. വിത്തിൻ 20 ഡേയ്സ് മുതൽ 2 മന്ത്സ് വരയ്ക്കുള്ള ഒരു വീവിങ്ങിൽ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. അങ്ങനെ കസ്റ്റമേഴ്സ് ഇന്ന് ഒരുപാട് സ്പെൻഡ് ചെയ്യുന്നുണ്ടോ? ചെയ്യുന്നുണ്ട്. നല്ല രീതിക്ക് ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ ഓൺ വീവിങ്ങിൽ തന്നെ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. ഓക്കെ. അതുപോലെ ഞാൻ സാരിക്ക് ഒരു ലൈഫില്ല. അതെ, ചിന്തിച്ചിട്ടുണ്ടോ? പിന്നെ സാരിക്ക് ലൈഫില്ല. നമ്മുടെ കുട്ടിക്കാലത്ത് എന്തായിരുന്നു, അത് അന്നും സാരിയുണ്ട് അല്ലേ, ഇന്നും സാരിയുണ്ട്, നാളെയും സാരി, നെക്സ്റ്റ് ജനറേഷനും സാരിയുണ്ട്. അപ്പോൾ അതിനകത്ത് ഒരുപാട് പേഷൻസ് വരുന്നുണ്ട്. അത് നമ്മൾ ട്രെൻഡ് അനുസരിച്ച് വീവ് ചെയ്യുക എന്നുള്ളതാണ് കാര്യം. നമ്മൾ മാർക്കറ്റിൽ പിടിച്ചു നിർത്തുന്നത്. അതുപോലെ ഈ ഹാൻഡ്ലൂം എന്നും പവർലൂം എന്ന് പറഞ്ഞ 2 സെഗ്മെന്റ് ആണ് വരുന്നത്. ഇന്ന് പലയിടത്തും പവർലൂം സാധനങ്ങൾ തന്നെയാണ് ഹാൻഡ്ലൂം എന്ന് പറഞ്ഞ് നമുക്ക് തരുന്നത്. അല്ലെങ്കിൽ ഈ ഒരു മേഖലയിൽ ഒരുപാട് കബളിക്കപ്പെടുന്നുണ്ട്. ആ ഒരു തരംതിരിവ്, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ഈ ഹാൻഡ്ലൂമും പവർലൂമും തിരിച്ചറിയാൻ സാധിക്കും? ഹാൻഡ്ലൂം എന്ന് പറഞ്ഞാൽ പ്യുവർ കോട്ടൺ നൂലിട്ട് പ്യുവർ കസവിലെ ഹാൻഡ്ലൂം ചെയ്യാൻ പറ്റും. ഒരു മുണ്ട് ചെയ്യാനായിട്ട്, ജസ്റ്റ് നമ്മുടെ ജെൻസിൻ്റെ ഒരു മുണ്ട് അല്ലെങ്കിൽ ലേഡീസിൻ്റെ ഒരു സെറ്റ് മുണ്ട് ചെയ്യാനായിട്ട് 1.5 ദിവസം 2 ദിവസം എടുക്കും. ഒരു മുണ്ട് ചെയ്യാനായിട്ട് ഒരു ദിവസം എന്താണെങ്കിലും എടുക്കും. ഹാൻഡ്ലൂമിലേക്ക് വരുമ്പോൾ പവർലൂമിലാണെങ്കിൽ ഒരു ദിവസം 12 മുണ്ട് വരെ ചെയ്യാൻ പറ്റും. അത് മെഷീനാണ്, ഇത് ഹാൻഡിലാണ്. ഇത് ഈ 4500 രൂപ അടിച്ച് തന്നെ ചെയ്യണം. അതിന് ക്വാളിറ്റി കൂടും, കോസ്റ്റും കൂടും. മീൻസ് അത് എങ്ങനെ തിരിച്ചറിയാന്നുള്ളത്, നമ്മൾ അതിനകത്ത് വയ്ക്കുന്ന ഒരു ക്രോസ് ബാർ ഉണ്ട്, അതിൻ്റെ പിൻസ് ഉണ്ട്. പിന്നെ അല്ലാതെയും നമുക്ക് കണ്ടാൽ അറിയാൻ പറ്റും. രണ്ട് ക്വാളിറ്റി കണ്ടാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും. പ്രകാശ് ചേട്ടൻ ഇപ്പോൾ ലൈഫിൽ പൈസയുടെ മൂല്യം എല്ലാ രീതിയിലും അറിഞ്ഞേക്കുന്ന ആളാണ്. പട്ടിണി കിടന്ന കാലഘട്ടത്തിൽ അറിഞ്ഞേക്കുന്ന ആളാണ്. 150 രൂപ കൂട്ടുകാരുടെ നിന്ന് മേടിച്ചപ്പോൾ അറിഞ്ഞേക്കുന്ന ആളാണ്. അവിടെ നിന്ന് പൈസ ഉണ്ടാക്കി വണ്ടിയൊക്കെ മേടിച്ചപ്പോഴും അറിഞ്ഞതാണ്. എഗെയിൻ ഒന്നുമില്ലായ്മയിലേക്കും ദാരിദ്ര്യത്തിലേക്കും പോയപ്പോഴും അറിഞ്ഞതാണ്. ഇന്ന് നമുക്ക് ആഗ്രഹിക്കുന്ന എല്ലാം മേടിക്കാൻ ദൈവം സഹായിച്ച് ആ പൈസ പോയതെല്ലാം അതിനേക്കാൾ ഇരട്ടിയായിട്ട് തിരിച്ചു പിടിച്ച ഒരാളാണ്. പണത്തിന് ലൈഫിൽ ഒരുപാട് വാല്യൂ ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ ആളാണ്. എന്താണ് പണത്തിന് കൊടുക്കുന്ന വാല്യൂ? പണം ആവശ്യത്തിനുള്ളതാണ് അല്ലേ, പക്ഷെ പണം വേണം. അതെ, പണമില്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ലോട്ടറി, പണമില്ലെങ്കിൽ പിണമാണെന്ന് സത്യം. അത് ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ ശരിക്കും ഇത് സാധനം ചുരുട്ടിക്കൂട്ടി ഇട്ടതാണ്, എന്നെ ചവിറ്റുകൊട്ടയിൽ ഇട്ടതാണ്, പണമില്ലാത്തതുകൊണ്ട്. ഇന്ന് നേരെ തിരിച്ചാണ്. പക്ഷേ ഞാൻ പറയട്ടെ, ഞാനത് ഇപ്പം ഞാൻ നല്ല രീതിക്ക് എൻജോയ് ചെയ്യുന്നുണ്ട്. ഇന്ന് ഞാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിൽ അവർക്കറിയില്ല, അവർ ഒരു നേരത്തെ ഭക്ഷണം എവിടെ നിന്നാണ് കഴിക്കണേ, എങ്ങനെയാണ് കഴിക്കണേ, ഇതാരാന്ന് പോലും. ഒരു 6-7 ഓർഫനേജുകളും വൃദ്ധസദനങ്ങളൊക്കെ ആയിട്ട് ഹാപ്പിയാണ്. പിന്നെ പക്ഷെ ഞാൻ ഇതുവരെ എവിടെയും വന്നില്ല. നമ്മുടെ ഈ കൈ കൊണ്ട് കൊടുക്കുന്ന വലത്തേ കൈ കൊണ്ട് കൊടുത്താൽ ഇടത്തേ കൈ അറിയാൻ പാടില്ല എന്നുള്ള നല്ല, അവർക്ക് പോലും അറിയില്ല ഇതാരാണ് ആളെന്ന്. പക്ഷെ ഒരാളുണ്ട് എന്നറിയാം, അതെവിടെ ഇന്ന ഇതാണെന്നറിയാം, പക്ഷെ ആരാന്നറിയില്ല. അതിൽ നിന്ന് കിട്ടണ ഞാനൊരു ദിവസം അവരുടെ കൂടെ ഇരുന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. എല്ലാവരും വന്ന് നോക്കുന്നുണ്ട്. സാധാരണക്കാരന് അവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണവും കഴിക്കും എല്ലാ മാസവും. അതൊരു മുടക്കവും വരാതെ ഇന്ന് ദൈവം എനിക്കത് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതാണ് പണത്തിന് കൊടുക്കുന്ന ഡെഫിനിഷൻ. അത്ര തന്നെയുള്ളൂ അല്ലേ. അതെന്താന്ന് വെച്ചാൽ ശരിക്കും ആ പെയിൻ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. വിശപ്പ് എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു വേദനയാണ്. ട്രോഫി കൊണ്ട് കിടന്നപ്പോൾ നമ്മൾ അനുഭവിച്ചതാണ്. അതെ അതെ, അത് അറിഞ്ഞവന് തന്നെ അറിയുള്ളൂ. ആരൊക്കെ തകർത്താലും തളർത്തിയാലും തളരൂല. കാരണം എന്തുകൊണ്ടാണ് അറിയോ? പച്ചവെള്ളത്തിൻ്റെ മധുരം അത് വലുതാ.
രംഗു എന്നോട് എപ്പോഴും പറയാറുണ്ട്, എല്ലാവർക്കും ലൈഫിൽ ഓരോരോ വിഷമങ്ങളായിരിക്കും. അപ്പം അതായിരിക്കും ഏറ്റവും അൾട്ടിമേറ്റ് വിഷമം, അൾട്ടിമേറ്റ് ബുദ്ധിമുട്ടെന്നായിരിക്കും എല്ലാവരും വിശ്വസിക്കുന്നത്. പക്ഷെ പട്ടിണികളത്തോളം അല്ലെങ്കിൽ ദാരിദ്ര്യത്തോളം വരുന്ന ഒരു വിഷമം വേറെ ഇല്ല. അത് അറിഞ്ഞേക്കുന്ന ബിഎഡുകാരി കൂടെ ഉണ്ട്. വൈഫിന്റെ പേര് ഞാൻ ചോദിച്ചില്ല. ഗ്രീഷ്മ പ്രകാശ് ബിഎഡ് ആണ്. പുള്ളിക്കാരത്തി ഇംഗ്ലീഷ് ടീച്ചറായിരുന്നു. ആ ടീച്ചിങ് ഒക്കെ പുള്ളിക്കാരത്തി ഭയങ്കര വലിയ അംബീഷനായിരുന്നു. പക്ഷേ ഞാൻ ചെയ്യുന്ന ആ സ്റ്റൈലും കാര്യങ്ങളും കണ്ട് പുള്ളിക്കാരത്തിയാണ് എന്നെ ഈ ഒരു ടെക്സ്റ്റൈൽ മേഖലയിലേക്കൊരു എനിക്കൊരു മോട്ടിവേഷൻ തന്നത്. കൂട്ടേട്ടന് പറ്റും. രാത്രി ഇങ്ങനെ കറന്നിട്ട് ഇങ്ങനെ ഓരോ സ്ക്രോളും വീഡിയോസൊക്കെ കാണുമ്പോൾ അവിടെ നിന്ന് കിട്ടിയ ഓരോ മെസ്സേജ് തന്നെയാണ് ഞങ്ങൾ എന്താ പറയുക, ആ ഒരു അവള് തന്നേക്കണ ഒരു സപ്പോർട്ട് ഭയങ്കര വലുതാണ്. പകരം വെക്കാനില്ലാത്ത കട്ടക്ക് എന്തിനും അച്ഛനുണ്ട്. ആ കടയിൽ ഫുൾ ടൈം അച്ഛനുണ്ടാവും, വൈഫ് ഉച്ചവരെ ഉണ്ടാവും, പിന്നെ ഞാനും ഓളിനോളായിട്ട് ഫുൾ ടൈം ഞാൻ ഉണ്ടാവും. എന്നെയും അച്ഛനെയും കാണാത്ത ഒരു കസ്റ്റമർ പോലും ഉണ്ടാവില്ല. അച്ഛൻ ഫുൾ ടൈം കടയിൽ. അപ്പം വളരെയധികം സന്തോഷമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പ്രകാശേട്ടനെ പരിചയപ്പെടുന്നതിന് മുമ്പ് ഞാൻ രംഗമൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നത് കുത്താമ്പുള്ളിയിൽ ജനിച്ചു വളർന്ന് കുത്താമ്പുള്ളിയിലെ ഒരു പരമ്പരാഗതമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെ ഓൺലൈൻ ബിസിനസ്സിലൂടെ ചെയ്യുന്ന ഒരു വ്യക്തി. പക്ഷെ ആ വ്യക്തിയുടെ പുറകിൽ ഇത്രയും വലിയ അപ്സ് ആൻഡ് ഡൗൺസിന്റെ കഥയുണ്ട്. അതിനകത്ത് ഉള്ളൊരു സത്യസമായ കുത്താമ്പുള്ളി തന്നെയാണ് ജനിച്ചതും വളർന്നതും ഒരു പകുതി വരെ. അത് കഴിഞ്ഞിട്ട് കൊച്ചിയിലേക്ക് അല്ല. അപ്പൊ അതേ പറഞ്ഞ അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെന്ന് നമുക്ക് അറിയില്ലായിരുന്നു. പക്ഷെ പരിചയപ്പെട്ടപ്പോ എന്താ പറയുക, നമ്മുടെ കണ്ണുകളെ ഈർണണിയിക്കുന്ന ഒരു സ്റ്റോറി. പക്ഷെ ഇന്ന് വളരെ നല്ല രീതിയിൽ ആ ബ്രാൻഡ് വളർന്നിട്ടുണ്ട്. മുത്തച്ഛന്റെ പേര് കളയാതെ ലോകം മുഴുവൻ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ അടുത്തൊരു ഇതാകുമ്പോഴേക്കും സീസൺ ആകുമ്പോഴേക്കും ചുരുങ്ങിയത് ഇപ്പൊ 42 എന്നുള്ളൊരു 82ലേക്ക് ഞങ്ങൾ എത്തിക്കും. 82 രാജ്യങ്ങളിലേക്ക് നോക്കുന്നുണ്ട് നല്ല രീതിക്ക്. അത് ഞാൻ പറഞ്ഞില്ലേ, എന്താണെങ്കിലും നിങ്ങൾക്ക് നമ്മുടെ താഴത്ത് നമ്മുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ തരാം. കുത്താമ്പുള്ളിയിലേക്ക് വരണം. ജസ്റ്റ് എന്താണെന്ന് വെച്ചാൽ വൺ ടൈം നമ്മൾ വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് കുത്താമ്പുള്ളി. അതുപോലൊരു അഗ്രഹാരമാണത്. വീവിങ് നൂലിൻ്റെ ഒരു മണമുള്ളൊരു മണ്ണ് അത് കുത്താമ്പുള്ളി തന്നെയാണ്. വീവിങ് ഉണ്ട്, ബാലരാമപുരം ഉണ്ട്, കുത്താമ്പുള്ളി, ചേന്നമംഗലം, കണ്ണൂർ. ഈ 4 സ്ഥലത്താണ് വീവിങ്. പക്ഷേ ഒന്നും കൂടിയൊക്കെ ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്ന് സപ്പോർട്ടും കാര്യങ്ങളും കിട്ടുകയാണെങ്കിൽ ഒന്നും കൂടി കുത്താമ്പുള്ളിയും കൂടി ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കും. നല്ല രീതിക്ക് കൊണ്ടുവരാൻ പറ്റും. എന്താണെന്ന് വെച്ചാൽ അത് അവിടെ വരണം. നമ്മുടെ നാടിന്റെ ഒരു മണവും ഓരോ നൂലിനും ഓരോ കഥകളും പറയാനുണ്ടാവും അതിനകത്ത്. നല്ല രസമാണ്. ഗവൺമെന്റിന്റെ സപ്പോർട്ടും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഭാരതപ്പുഴ തീരത്താണ്. ഭാരതപ്പുഴ തീരത്താണ് 2 ദേവീ ക്ഷേത്രങ്ങളുണ്ട്. കണ്ടിരിക്കാൻ പറ്റിയൊരു നാടാണ്. അപ്പം എന്താണെങ്കിലും വളരെയധികം സന്തോഷം. ഞാൻ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുമ്പോൾ ഒരുപാട് നിങ്ങളെക്കാളും ഒരുപാട് സന്തോഷം എനിക്കാണ്. എൻ്റെ ജീവിതത്തിലൊരു ഏറ്റവും വലിയൊരു എന്താ പറയുക അടുത്ത അച്ചീവ്മെൻ്റ് ആണ് ഈ ഒരു സീറ്റ്. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചൊരു സീറ്റാണ്. എന്തായാലും നിങ്ങൾ എന്നെ അതിലേക്ക് ക്ഷണിച്ചത് വളരെയധികം ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. കാരണം എപ്പോഴും ഞങ്ങളിങ്ങനെ അഹങ്കാരത്തോടു കൂടിയാണോ പറയുന്നത് എനിക്കറിയില്ല. പക്ഷേ പലരുടെയും ആദ്യത്തെ ബ്രാൻഡ് സ്റ്റോറി ചെയ്യാൻ ഭാഗ്യം ലഭിച്ച ഒരു ബ്രാൻഡാണ് ഞങ്ങളെന്ന് പറയും. അപ്പൊ രാമചന്ദ്രയുടെ സ്റ്റോറിയാണ്. അപ്പൊ രാമചന്ദ്രയുടെ സ്റ്റോറി ആദ്യമായിട്ട് പ്രകാശേട്ടൻ തന്നെ പറയുന്ന ഒരു സ്റ്റോറി നമുക്ക് ചെയ്യാൻ സാധിച്ച വളരെയധികം സന്തോഷമുണ്ട്. അപ്പൊ പ്രകാശേട്ടന്റെ സ്വപ്നം പോലെ അടുത്ത ഓണത്തിന് നമ്മുടെ 25,000 സ്ക്വയർ ഫീറ്റ് ബിൽഡിംഗ് ഒക്കെ തീർന്ന് നമ്മൾ അതിൽ നിന്ന് ഈ 82 രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്ന രീതിയിൽ നമ്മുടെ ബിസിനസ് വളരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അതിനേക്കാൾ ഉപരി ഒരുപാട് നല്ല കസ്റ്റമേഴ്സിനെ ഈ ഒരു ട്രസ്റ്റും ഈ ഒരു സ്നേഹവും അല്ലെങ്കിൽ ഈ ഒരു പ്രകാശ് രാമചന്ദ്ര എന്ന് പറയുന്ന പേരും നിലനിർത്തിക്കൊണ്ട് തന്നെ വളരാൻ സാധിക്കട്ടെ. അടുത്ത തലമുറ അത് ഏറ്റെടുക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമ്മുടെ രാമേന്ദ്രയുടെ ഒരു പ്രൊഡക്റ്റും കൂടിയാണ്. താങ്ക് യു സോ മച്ച്. വളരെയധികം സന്തോഷമുണ്ട് കേട്ടോ. താങ്ക് യു സോ മച്ച്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ കുത്താമ്പുള്ളി എന്ന് പറയുന്ന ആ ഒരു ചെറിയ ഗ്രാമത്തിനെ നമുക്കെല്ലാവർക്കും പരിചയമുണ്ടെങ്കിലും ആ ഒരു ചെറിയ ഗ്രാമത്തിനെ ഒരു ബ്രാൻഡ് നെയിമാക്കി അതിനൊരു ഫേസ് ആക്കിയ ഒരു വ്യക്തി. അദ്ദേഹത്തിന് ഇത്രയധികം അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടെന്ന് നമുക്ക് അറിയാതെയാണ് ഈ എപ്പിസോഡ് തുടങ്ങുന്നത്. പക്ഷെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് തോൽക്കാൻ മനസ്സില്ലെങ്കിൽ ജയിക്കാൻ നമുക്കൊരു പവർ ഉണ്ടാകും, നമ്മുടെ ഉള്ളിലുള്ളൊരു ഫോഴ്സ് ഉണ്ടാകും. നമ്മുടെ ബ്രാൻഡ് എന്ന് പറയുന്നത് നമുക്കൊരു ലഹരിയായിട്ട് കാണാൻ സാധിച്ചാൽ നമുക്ക് വളരാൻ സാധിക്കും എന്നുള്ള ഒരു ചെറിയ പാഠമാണ്. ആ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത എപ്പിസോഡിനെ കാത്തിരിക്കാം. താങ്ക് യു സോ മച്ച്.